10ാമത്തെ മന്ത്രമാണ്. സ്വപ്നസ്ഥാന തൈജസ ഉകാരോ ദ്വിതീയാമാത്ര ഉത്കർഷാദ് ഉഭയത്വാദ്വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്തതിം സമാനസ്യ ഭവതി നസ്യ ബ്രഹ്മവിത് കുലേ ഭവതി ഏവം വേദ സ്വപ്നസ്ഥാന തൈജസോ യസ ഓംകാരസ്യ ഉകാരോ ദ്വിതീയ മാത്ര. സ്വപ്നസ്ഥാന തൈജസ ഇതെല്ലാം മുമ്പ് വിശദീകരിച്ചാണ്. ജാഗ്രതത്തിലാണ് വിശ്വന്റെ നില. സ്വപ്നത്തിൽ തൈജസൻ ആണ് സ്വപ്നസ്ഥാന തൈജസ. സ്വപ്നാനുഭവം ആർക്കാണോ ഉള്ളത് അവനാണ് തൈജസൻ എന്ന് പറയുന്നത്. ജാഗ്രത അനുഭവം ആർക്കാണോ ഉള്ളത് അവൻ വിശ്വൻ. യസ് ഓങ്കാരസ്യ ഉകാരോ ദ്വിതീയ മാത്ര. ഓങ്കാരത്തിന്റെ ദ്വിതീയ മാത്ര ഉകാരം, അതാ തൈജസ്സനാണ്. രണ്ടു തരത്തിലും പാദമാത്ര മാത്രാശ പാദ രണ്ടു തരത്തിലും മനസ്സിലാക്കും. ഉകാരം തൈജസ്സനാണ്, തൈജസ്സൻ ഉകാരമാണ്. കാരണം അവിടെ താതാത്മ്യമാണ് ഉദ്ദേശിക്കുന്നത്, അഭേദമായിട്ട് പറയുന്നു. അത് 9ാമത്തെ മന്ത്രത്തിലും പറഞ്ഞു. അകാരമാണ് വിശ്വൻ, വിശ്വനാണ് അകാരം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടങ്ങനെ പറയുന്നു? മുമ്പ് പറഞ്ഞു, ഇത് ഉപാസനയാണ് ഇവിടെ പറയുന്നത്. തത്വജ്ഞാനത്തിന് അസമർത്ഥരായ ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ഉപാസന ഒരു സാധനമായിട്ട് നിർദ്ദേശിക്കുകയാണ്. ഓങ്കാരം ഓം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നു. പക്ഷെ കേൾക്കുന്നവന് അതുകൊണ്ട് വിശേഷതയൊന്നും ഉണ്ടായില്ലെങ്കിൽ അവന് ക്രമമായിട്ട് ആ ഓമിന്റെ താല്പര്യമായിരിക്കുന്ന ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ ഓരോന്നും വേർതിരിച്ച് വിശദീകരിച്ച് പറയുന്നത്. അല്ലെങ്കിൽ സംഭവിക്കേണ്ടതെല്ലാം ശ്രവണം കൊണ്ട് തന്നെ സംഭവിക്കണം. അതെപ്പോഴും മനസ്സിലിരിക്കണം. എന്താണ്? പ്രമാണാന്തരം സാധനാന്തരം വാ നമൃഗ്യം. അതൊരിക്കലും മറക്കാൻ പാടില്ല. ശ്രവണത്തിൽ തന്നെ സംഭവിക്കേണ്ടത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത പടി ഉപാസന. അതിനാണ് അധികാരി ഭേദമൊക്കെ മുമ്പ് പറഞ്ഞത്. അതിനുവേണ്ടി ആദ്യം പറഞ്ഞു എന്താണ്? അകാരമാണ് വിശ്വൻ. അകാരം എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ളതാണ്. വിശ്വനും മനസ്സിലാക്കാം. കാരണം ജാഗ്രത അനുഭവിക്കുന്നവനാണ് വിശ്വൻ എന്ന് പറഞ്ഞാൽ ജാഗ്രത അനുഭവിക്കുന്നവനറിയാം. ഇതിലെന്താ? അകാരമാണ് വിശ്വൻ എന്ന് പറയാൻ. അപ്പോൾ അതിലെന്തെങ്കിലും സാദൃശ്യം വേണം. ആ സാദൃശ്യം മുമ്പ് പറഞ്ഞു. ഒന്ന് ആദിമത്വം, അത് പറഞ്ഞു. അകാരം ആദിയാണ്, ഇവിടെ വിശ്വൻ ആദിയാണ്. പിന്നെ വ്യാപ്തി മറ്റൊന്ന് പറഞ്ഞു. അകാരമാണ് സർവത്ര വ്യാപിച്ചിരിക്കുന്നത്, സർവവാക്കുകളിലും അകാരം വ്യാപിച്ചിരിക്കുന്നു. വിശ്വൻ വൈശ്വാനരുടെ രൂപത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. സർവപ്രപഞ്ചവും വൈശ്വാനര് ആണ്. വിരാട് എന്ന് പറയുന്നത് ആ പ്രപഞ്ചവും ചൈതന്യവും എല്ലാം ചേർത്താണ് ജാഗ്രതത്തിൽ. അങ്ങനെ ഒരു സാമ്യമുണ്ട്, സമാനതയുണ്ട്. അസമാനതയുള്ളതുകൊണ്ട്, അസമാനതയെ ആശ്രയിച്ചുകൊണ്ട് അകാരമാണ് വൈശ്വാനരൻ
എന്ന് ധ്യാനിക്കണം എന്ന് പറഞ്ഞു. അടുത്ത് ഉകാരത്തിലേക്ക് വരുന്നു. ഉകാരമാണ് തൈജസൻ എന്ന് പറയണമെങ്കിൽ എവിടെ എന്തെങ്കിലും സമാനത വേണം. അതിനുവേണ്ടി വിശദീകരിക്കുന്നു. ഈ വിശദീകരണം ഇല്ലാതെ വന്നാൽ എന്താ തകരാറ്? വിശദീകരണം ഇല്ലാതെ വന്നാൽ ഒന്നുകിൽ നമ്മൾ ഗ്രഹിക്കുന്നത് വിപരീതമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രഹിക്കാതെ വരും. രണ്ട് ദോഷങ്ങളുണ്ട്. ഈ രണ്ട് ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിക്കുന്നത്. ഒരുവനോട് പറയണം നീയാണ് ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നയാൾ എവിടെ നിന്ന് പറഞ്ഞാലും കേൾക്കുന്നവൻ അവന്റെ സംസ്കാരം അനുസരിച്ച് ഗ്രഹിക്കാൻ പറ്റും. അവന്റെ സംസ്കാരം അനുസരിച്ച് ഗ്രഹിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷതയൊന്നും ഉണ്ടാകത്തുമില്ല, മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ആത്മാവിന്റെ വാസ്തവ സ്വരൂപം അവന് ബോധിക്കണമെന്നില്ല. പറഞ്ഞത് വാസ്തവമാണ്, പക്ഷെ അവന് ബോധിക്കണമെന്നില്ല. അവന് അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവൻ എന്തെങ്കിലും ഗ്രഹിക്കാതിരിക്കത്തില്ല. ശബ്ദം ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബോധം ഉണ്ടായാലേ പറ്റും. ആ ബോധം ശരിയായിരിക്കില്ല. ഏഴാമത്തെ മന്ത്രം വരെ ശ്രമിച്ചതിന് വേണ്ടിയിട്ടാണ് ശ്രവണത്തിൽ നിന്ന് ആ ശരിയായ ബോധം ഉണ്ടാകുക. അവിടെ പിന്നെ സാധനയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതുണ്ടാകത്തില്ല. ഉണ്ടാകുന്നതിന് അവൻ പാത്രമല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകും? അപ്പൊ അവന് ആത്മാവ് അല്ലെങ്കിൽ താൻ ഇതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള കൽപ്പനകളും ഭാവനകളും എല്ലാം ഉണ്ടാകും. അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവൻ എന്തൊക്കെയാണോ ഈ ശ്രവണത്തിൽ നിന്നും ആർജിച്ചത് അതിനെല്ലാം നിരാകരിക്കും. അവന്റെ ഭാവനകളെയും സങ്കല്പങ്ങളെയും എല്ലാം നിരാകരിക്കുക മാത്രമല്ല, രണ്ടു തരത്തിൽ. ഉപാസനയുടെ പ്രത്യേകത അതാണ്. വിധിമുഖേനയും നിഷേധമുഖേനയും. തെറ്റായി എന്തൊക്കെ ധരിച്ചിട്ടുണ്ടോ അതിനെ നിഷേധിക്കുക. അതിനാണ് നിഷേധമുഖേന ബോധിപ്പിക്കുന്നത്. വിധി മുഖേന ബോധിപ്പിക്കുന്നത് എങ്ങനെ? എന്താണോ ശരി അതിനെ ബോധിക്കുക. ഇവിടെ ഈ രണ്ടു കാര്യത്തിനും പ്രയത്നം ആവശ്യമാണ്. ശ്രവണത്തിൽ പ്രയത്നത്തിന്റെ ആവശ്യമില്ല. തന്റേതായ പ്രയത്നമൊന്നും അവിടെ ആവശ്യമില്ല. ഇവിടെ പ്രയത്നം ആവശ്യമാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി ഉള്ള ധ്യാനം ഇവിടെ ആവശ്യമാണ്. എന്നാലും ഇത് നിരാകരിക്കാൻ പറ്റും. കാരണം ആത്മാവിനെ കുറിച്ചുള്ള പല ധാരണകളും, മിഥ്യാധാരണകൾ, വിപരീത ധാരണകളെല്ലാം ആർജിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണോ താൻ ആർജിച്ചത് അതിനെ നിരാകരിക്കണം. ശ്രവണത്തിൽ അതിനെ നിരാകരിക്കുന്നതിന്റെ പ്രയത്നം ആവശ്യമില്ല. ശ്രവണം കൊണ്ട് അത് സാധ്യമാകുകയാണ്. തന്റെ പക്ഷത്തുനിന്ന് പ്രയത്നമൊന്നും വേണ്ട. ഇവിടെ അങ്ങനെയല്ല. ധ്യാനമാണ് ഇവിടുത്തെ പ്രയത്നം, ഉപാസന. ഇവിടെ പ്രയത്നം ആവശ്യമാണ്. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിൽ ഇവിടെ ശ്രുതി നിർദ്ദേശിക്കുന്ന തരത്തിൽ ഉള്ള ഭാവനയെ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നു. അവിടെ ഏകാഗ്രതയോടുകൂടിയ പ്രയത്നം ആവശ്യമാണ്. അങ്ങനെ പ്രയത്നിക്കുന്നതിനും മനസ്സിന് പ്രയത്നിക്കുന്നതിനും നിരാലംബമായി പറ്റത്തില്ല. അതിനെന്തെങ്കിലും ഒരു ആലംബം വേണം, മനസ്സിന് പിടിച്ചു നിൽക്കാൻ. അതിനാണ് ഓങ്കാരത്തെ നിർദ്ദേശിക്കുന്നത്. അതിനെ വിഭജിച്ച് അകാര ഉകാര മകാരങ്ങളാക്കി അത്തരം ആലംബനങ്ങളിലൂടെ മനസ്സിനെ ആ തത്വത്തിൽ നിർത്തുക. അതാണ് ഈ ഉപാസനയുടെ പ്രത്യേകത. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞാണ്. മറ്റു മന്ത്രജപങ്ങളും ഉപാസനകളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. മറ്റു മന്ത്രജപങ്ങളും ഉപാസനകളും അതാണോ ശ്രേഷ്ഠം, അതേ ഓങ്കാരമാണോ ശ്രേഷ്ഠം എന്ന് ചോദിച്ചാൽ
അതിന് നേരിട്ടൊരു ഉത്തരമില്ല. എന്തുകൊണ്ടത് വ്യക്തികൾക്ക് അനുസരിച്ചിരിക്കും. ഒരാൾ ഏതിനാണോ യോഗ്യനായിരിക്കുന്നത് അയാളെ സംബന്ധിച്ച് അത് ശ്രേഷ്ഠം. ഓങ്കാര ഉപാസനയ്ക്ക് ഒരാൾ യോഗ്യനാണെങ്കിൽ തീർച്ചയായും അയാളെ സംബന്ധിച്ച് അതാണ് ശ്രേഷ്ഠം. മറ്റേതെങ്കിലും ഒരു മന്ത്രജപത്തിനാണ് ഒരാൾ യോഗ്യനെങ്കിൽ അയാളെ സംബന്ധിച്ച് അതാണ് ശ്രേഷ്ഠം. അതുകൊണ്ട് ശ്രേഷ്ഠത ഏതെന്ന് തീരുമാനിക്കുകയല്ല, യോഗ്യത എന്തെന്ന് തീരുമാനിക്കുകയാണ്. ആരാണ് അധികാരി? അപ്പോൾ ആരാണ് ഇതിന് അധികാരി എന്ന് ചോദ്യം വരും. ആർക്കാണോ ഇവിടെ പറയുന്ന തരത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയുന്ന അവൻ ഇതിന് അധികാരി. അതിന് ഉള്ള മനസാന്നിധ്യം വേണം. ആ മനസാന്നിധ്യത്തോടുകൂടി ഇതിനെ ധ്യാനിക്കാൻ കഴിയണം. മനസ്സിന്റെ ഏകാഗ്രത വിടാതെ. ഇവിടെ അഭ്യാസം ആന്തരികമായിട്ടാണ്. ബാഹ്യമായ ഒരു ആലംബനത്തെയും ഇവിടെ സ്വീകരിക്കുന്നില്ല. നമ്മൾ ദേവതോപാസനകളിലും മറ്റും എന്ത് ചെയ്യുന്നു? നമ്മൾ ബാഹ്യമായ ആലംബനങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അത് തന്റെ മാനസിക നില അനുസരിച്ചിട്ടാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന് തന്റെ വാസന, സംസ്കാരം. രണ്ടാമത് തന്റെ മനസ്സിന്റെ നില എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഏകാഗ്രതയും മനസ്സിന്റെ ശുദ്ധിയും എന്നെല്ലാം പറയും. ദേവതോപാസനകളിൽ നമുക്ക് ബാഹ്യമായ ഒരുപാട് ആലംബനങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു. ബാഹ്യമായ രൂപം വേണം, പ്രതിമകളും മറ്റും വേണം, ബാഹ്യമായ പൂജാവിധാനങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതെല്ലാം അവിടെ ആവശ്യമുണ്ട്. ഓങ്കാരോപാസനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബാഹ്യമായ യാതൊന്നിനെയും സ്വീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞല്ലോ, ഓങ്കാരത്തിന്റെ ചിലടത്തൊക്കെ പടം വരച്ചു വെച്ചേക്കുമല്ലോ, ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും ഓങ്കാരോപാസനയാണ്. അത് പ്രതിമാ ഉപാസന പോലെയുണ്ട്. ഓങ്കാരത്തിൽ അങ്ങനെ ബാഹ്യമായ ഒരു ആകാരത്തെയും, ബാഹ്യമായ ആകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒന്നിനെയും, പ്രതിമാരാധനയിലും മറ്റും എന്ത് ചെയ്യുന്നു? നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തെ ആരാധിക്കുന്നു. അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇവിടെ ചക്ഷുരിന്ദ്രിയത്തിലൂടെ മനസ്സിലേക്ക് പോവുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ഓങ്കാരത്തിൽ കണ്ണുകൊണ്ട് കാണുന്ന യാതൊന്നുമില്ല. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മളുടെ ലിപിയാണ് ഓങ്കാരം എന്ന് പറഞ്ഞാൽ അതിനെ ധ്യാനിക്കുന്നവരുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഓങ്കാരോപാസനയിൽ എന്താണ്? ഒന്ന് ശബ്ദം. ശബ്ദത്തെയാണ്. ശബ്ദം നമുക്ക് കണ്ണുകൊണ്ട് കാണാമെന്നുള്ളതല്ല. വരച്ചു വെച്ചിട്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല. വരച്ചു വെച്ചാൽ അത് രൂപമായി പോകും, ശബ്ദമാകത്തില്ല. ഓമെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ലിപിയിൽ എഴുതി കഴിഞ്ഞാൽ അത് രൂപമാവും, അതൊരിക്കലും ശബ്ദമാകത്തില്ല. ഉപാസന ആയതുകൊണ്ടാണ് അത് പറയുന്നത്. ഇവിടെ ഓം എന്ന് പറയുന്നത് ശബ്ദം തന്നെ. അപ്പൊ ശബ്ദത്തെ എന്താണ്? ശബ്ദത്തെ ഇവിടെ മനസ്സിൽ ഭാവന ചെയ്യുകയാണ്. ശബ്ദത്തെ ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ശബ്ദം നമ്മൾ കേട്ട് കഴിഞ്ഞു. അതാണ് ശ്രവണത്തിൽ ഓമിത്യക്ഷരമിതം എന്ന് പറഞ്ഞപ്പോൾ ശബ്ദം കേട്ട് കഴിഞ്ഞു. ശബ്ദം ശ്രവിച്ചിട്ട് വിശേഷിച്ച് ഫലമൊന്നും ഉണ്ടായ ഫലം ശരിയുമല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ശബ്ദത്തെ ഇവിടെ കാണുന്നു, മനസ്സിൽ കാണുകയാണ്. മനസ്സിലെങ്ങനെ കാണുന്നു? സ്മരണ രൂപത്തിൽ. ഓം എന്ന് ശ്രവിച്ച ശബ്ദത്തെ ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അതിനെ സ്മരണ രൂപത്തിൽ കാണുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഉപാസന, സ്മരണം, ശ്രവണം, ഉച്ചാരണം 3 തരത്തിൽ വരാമെന്ന് പറഞ്ഞു. ഓങ്കാരത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു? ഉപാസകന് ഉച്ചരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഉച്ചാരണത്തിനൂടെ പ്രസക്തിയില്ല. ശ്രവണത്തിന്റെ ആവശ്യമില്ല, അത് കഴിഞ്ഞു. പിന്നെ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നിൽക്കുന്നു? അത് കേവലം സ്മരണ രൂപത്തിൽ. സ്മരണ എന്ന് പറയുന്നത് എവിടെ നിൽക്കും? ആന്തരികമാണ്. അതിന് ബാഹ്യമായ ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത്. കാരണം ബാഹ്യമായ ഒന്നും കാണേണ്ട ആവശ്യമില്ലെങ്കിൽ
പിന്നെ കണ്ണ് തുറന്നു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് ദോഷമില്ല. നമ്മുടെ മുമ്പിൽ പ്രതിമയോ അങ്ങനെ എന്തെങ്കിലും കണ്ണുകൊണ്ട് കാണേണ്ട ഒന്നുണ്ടെങ്കിൽ കണ്ണു തുറന്നിരുന്നാലേ പറ്റും. ഇവിടെ അതില്ല. ഇവിടെ സ്മരണാത്മകമായ ശബ്ദം അതിനനുസന്ധാനം ചെയ്യുന്നു. അതിനനുസന്ധാനം ചെയ്യുന്നതിന് ഓം ബ്രഹ്മമാണ്, ഓമിത്യേത അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ബോധം അവിടെ ഉണ്ടാകുന്നില്ല. എന്താണോ അവിടെ ഋഷി ഉദ്ദേശിച്ച ആ ബോധം നമുക്കുണ്ടാകുന്നില്ല. അപ്പോൾ ആ ഓമിനെ സ്മരിച്ചുകൊണ്ട് ആ ഓമിനോട് അഭേദമായി എന്താണോ ഋഷി ഉപദേശിച്ചത് അതിനെയും ചിന്തിക്കുന്നു. അതിനെക്കുറിച്ചുകൂടെ ചിന്തിക്കുകയാണ്. ഓമിനെ സ്മരിച്ചുകൊണ്ട് ആത്മസ്വരൂപത്തെ ചിന്തിക്കുന്നു. ആത്മസ്വരൂപത്തെ സംബന്ധിച്ചിടത്തോളം സ്മരണയാണ്. എന്തുകൊണ്ട്? വിശ്വൽ അതിനെ സ്മരിക്കേണ്ട ആവശ്യമില്ല, അത് സദാ അനുഭവത്തിയിരിക്കും. ഓം അങ്ങനെയാണ് നമ്മൾ സ്മരിക്കുന്നു. ഓമിന്റെ അകാരത്തെ സ്മരിക്കുന്നു. അത് പ്രത്യക്ഷമാകുന്ന ഇപ്പോൾ ശ്രവിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളത് ഉച്ചരിക്കണം. ഉച്ചരിക്കുമ്പോൾ നമുക്കത് പ്രത്യക്ഷമായി വരുന്നു. ഇവിടെ ഉപാസനയിൽ എന്താണ്? അവിടെ ഉച്ചാരണമില്ല, ശ്രവണമില്ല, കേവലം മനനം മാത്രം. അപ്പോൾ അകാരത്തെ സ്മരിക്കുന്നു. അകാരത്തെ സ്മരിക്കുന്നു. വിശ്വൻ അവിടെ പ്രത്യക്ഷമായിരിക്കുന്നു. അതാണ്, ആ വിശ്വനാണ് അകാരം എന്ന് അഭേദമായി ചിന്തിക്കുന്നു. ഈ ഓം എന്തിനാണ് എന്ന് ചിലർ ചോദിക്കും. ഓമിന്റെ ആവശ്യം എന്തോന്നു സാധാരണ ചിന്തിക്കത്തില്ല. ഉപാസകന്മാര് ചിലപ്പോൾ അങ്ങനെ ഒരു സംശയം വരാം. നേരിട്ടങ്ങ് പറഞ്ഞാൽ പോലെ എന്താണ് വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, ഇതാണ് ആത്മാവ്, അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ളതാണ് ആത്മാവ്. ഇവിടെ ഓം എന്ന് പറയുന്ന ഒരു ആലംബനത്തിന് എന്തിനു സ്വീകരിക്കണം? കാരണം അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമുക്ക് ധ്യാനിക്കണമെങ്കിൽ ശബ്ദാത്മകമായേ പറ്റൂ. ശബ്ദത്തെ ആശ്രയിക്കാതെ പറ്റത്തില്ല. അപ്പോൾ ശബ്ദത്തെ ആശ്രയിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിനൊരു കെട്ടുറപ്പ് വേണം, ഒരു ക്രമം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും ചെറിയ മാത്രകൾ, അകാരം, ഉകാരം, മകാരം, ഇങ്ങനെയുള്ള ഏറ്റവും ചെറിയ മാത്രകളെ ആലംബിച്ചുകൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് പ്രയോജനം? മനസ്സിന്റെ വിക്ഷേപം കുറഞ്ഞിരിക്കും. നമ്മൾ ഒരുപാട് പരത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സതിനനുസരിച്ച് വിക്ഷിപ്തമായിക്കൊണ്ടിരിക്കും. ഇവിടെ എന്താണ്? മനസ്സിന്റെ ഏകാഗ്രതയാണ് ആവശ്യം. മനസ്സിന്റെ ഏകാഗ്രത എവിടെ സംഭവിക്കണം? തന്നിൽ തന്നെ സംഭവിക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ആലംബനത്തെ സ്വീകരിക്കുക. നമ്മളിപ്പോൾ ഒരു ദേവതയെ ധ്യാനിക്കുന്നു. അപ്പോൾ ആപാദചൂടം, ശിരസ് മുതൽ പാദം വരെ, പാദം മുതൽ ശിരസ് വരെ, ഇതൊക്കെയാണ് അവിടുത്തെ ധ്യാനക്രമം. അപ്പോൾ അവിടെ എന്ത് വരുന്നു? ചിന്ത വളരെ വിപുലമായി പോകും. അവിടെ അത് മതി. കാരണം നമ്മളവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ദേവതാ സാക്ഷാത്കാരം, ദേവതാനുഗ്രഹമൊക്കെയാണ്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്? സ്വരൂപലാഭമാണ്, ആത്മബോധമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആത്മബോധം എന്ന് പറയുമ്പോൾ എന്താണ്? ആത്യന്തികമായ നിരാകാരമാണ്. പക്ഷെ നിരാകാരത്തിലേക്ക് മനസ്സിനെ പോകുന്നതിന് എന്തെങ്കിലും ഒരു ആലംബനം വേണം. ആ ആലംബനം മിനിമമായിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവിടെ അകാര, ഉകാര, മകാര ഈ മൂന്നെണ്ണത്തിനെ ഇവിടെ അവലംബിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ ഒന്നിനെ അവലംബിക്കുന്നുള്ളൂ, ഓം എന്ന് പറയുന്ന ഒരേ ഒരു ശബ്ദത്തെ. പക്ഷെ ആ ശബ്ദത്തിൽ നിന്നും നമുക്ക് നേരിട്ടങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മനസ്സതിന് സന്നദ്ധമല്ല, നമ്മുടെ മനസ്സിനുള്ള ഏകാഗ്രതയില്ല. അതുകൊണ്ട് ആ ഓം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വീണ്ടും മാത്രകളിലേക്ക് പോകും.
കുറച്ചുകൂടി അതിനെ സൂക്ഷ്മമാക്കുന്നു, കുറച്ചുകൂടി അതിനെ ചെറുതാക്കുന്നു. അകാര ഉകാര മകാരങ്ങളെന്ന് പറയുന്ന മാത്രകളിൽ കൂടെ ആത്മാവിനെ ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിച്ച് അമാത്ര എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് ഓങ്കാരത്തിലൂടെ ഇവിടെ ഇങ്ങനെ ധ്യാനിക്കുന്നത്. അത് ആ ഓങ്കാരത്തിലൂടെ ധ്യാനിക്കുമ്പോൾ തന്നെ ഇവിടെ മറ്റൊന്ന് സംശയം വരുന്നത് ആത്മാവാണ് തുര്യൻ. തുര്യനെന്നങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരെ. എന്തിനാ ഇവിടെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നെല്ലാം ഉള്ള ഈ വളഞ്ഞ വഴിയിനെ പോകുന്നത്? വാസ്തവത്തിൽ തുര്യൻ എന്നുള്ളതിനെ നേരിട്ടാണ് ആദ്യം നമ്മളെ ബോധിപ്പിച്ചത്. എന്താണ് ഓമിത്യക്ഷരം? തുര്യനെയാണ് ബോധിപ്പിച്ചത് ഓമെന്ന്. പക്ഷെ നമ്മൾ ബോധിച്ചില്ല. ബോധിക്കാതെ വരുമ്പോ പിന്നെ ബോധിക്കുന്നതിനുള്ള എളുപ്പമാർഗം, ഏറ്റവും പരിമിതമായ പ്രയത്നം കൊണ്ടുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് എന്താണ്? അതിനെ പിന്നെ ധ്യാനിക്കുക എന്നുള്ളതാണ്. അതിനെ ധ്യാനിക്കുന്നതിന് ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളെന്ന് പറയുന്ന അനുഭവങ്ങളെ അവലംബിച്ചു പോവുക. കാരണം പരമമായി അനുഭവപ്പെടേണ്ടത് തുര്യനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്. അപ്പോൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന പ്രത്യക്ഷമായിരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് അതിനെ തെളിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ അനുഭവങ്ങളിലെല്ലാം അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ ആ അനുഭവത്തിൽ നിന്ന് തന്നെ തെളിച്ചെടുക്കുക. അതിന് ഏറ്റവും ചുരുങ്ങിയ പ്രയത്നം, ഏറ്റവും ലളിതമായ ഉപായം, അതാണ് ഇവിടെ പറയുന്നത്. അത് നമ്മുടെ ഈ അനുഭവങ്ങളിൽ നിന്നത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിലൂടെ തുര്യനിലേക്ക് പോകാനിവിടെ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓങ്കാരം എന്ന് പറയുന്ന പ്രതീകത്തിലും ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന അനുഭവത്തിനെയും ആശ്രയിച്ചുള്ള ഈ ഓങ്കാര ഉപാസന, ഇത് അതിനുള്ള മാനസിക ഏകാഗ്രതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായൊരു ഉപായമാണ്. അതിനുള്ള മാനസിക ഏകാഗ്രത ഒരാൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സ്ഥൂലമായ, ബഹിർമുഖമായ മറ്റ് ഉപാസനകളൊക്കെ ചെയ്യാം. ദേവത ഉപാസനകളും മറ്റുമൊക്കെ അവിടെ ആകാം. അത് മുഖ്യമായും ഇരിക്കുന്നത് ആ വ്യക്തിയുടെ യോഗ്യതയനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾ എന്താണ് സാധാരണ മനസ്സിൽ വരാമെന്നുള്ളതാണ്. എന്തിന് ഈ അകാര ഉകാര മകാരങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നു? എന്തിന് വിശ്വതൈസ പ്രാജ്ഞന്മാരെ കുറിച്ച് ഇത്രയും ചിന്തിക്കുന്നു? അതിനുള്ള സമാധാനമാണ് ഈ പറഞ്ഞത്. അത് ഏറ്റവും ലഘുവായ ഒരു ഉപായമായതുകൊണ്ടാണ്. അത് അനുഭവസിദ്ധമായ കാര്യമായതുകൊണ്ട്. ഇവിടെ കേവലമായ ഭാവനയിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സാധന ചെയ്യാൻ പറയുന്നു. കാരണം മറ്റ് ദേവതാ ഉപാസനകളിലൊക്കെ നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത്? നമ്മൾ ഒന്നിനും ഭാവനയിൽ കാണുക, നമ്മുടെ അനുഭവത്തിലില്ല. നമുക്ക് ശംഖചക്ര ഗദാധാരിയായ ഒരു രൂപം നമ്മുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റും. അങ്ങനെ ഭാവനയിലൂടെ കണ്ടിട്ട് അതിനെ ഏതോ ഒരു തലത്തിൽ നമ്മൾ സാക്ഷാത്കരിക്കുക, അതിനുള്ള അഭ്യാസങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അനുഭവം അവിടെ വളരെ വിദൂരത്തിലാണ്. അവിടെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അതിനെ പ്രതീക്ഷിക്കണം. ഇവിടെ അങ്ങനെയല്ല. അനുഭവം ഒരിക്കലും അന്യമല്ല. തുരിയ അനുഭവത്തിൽ നിന്ന് നമുക്കൊരിക്കലും വേറിട്ട് നിൽക്കാൻ കഴിയാത്തതാണ്. നമുക്ക് അന്യമായ ഒരു അനുഭവത്തിനെ ആർജിക്കാനിവിടെ പറയുകയല്ല. എന്തുകൊണ്ട്? സ്വയം പ്രകാശിക്കുന്ന, സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മബോധത്തിൽ നിന്ന് ഒരു ജീവനും വിട്ടു നീക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് അവിടെ വന്നിരിക്കുന്ന ഭ്രമം, വിപരീത ഭാവന, അല്ലെങ്കിൽ അതിൽ സംഭവിച്ചിരിക്കുന്ന അജ്ഞാനം എന്നൊക്കെ വിളിക്കുന്ന ഒരു തകരാറ്. ആ തകരാറ് പരിഹരിക്കാനാണ് ആവശ്യപ്പെടുന്നത്.
അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ അനുഭവത്തെ മുൻനിർത്തി തന്നെ, അനുഭവത്തെ അവലംബമാക്കിക്കൊണ്ട് തന്നെ ഒരു ശുദ്ധീകരണമാണ് ഇവിടെ നടക്കുന്നത്. ആ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? തുര്യന്റെ അനുഭവം നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു? തുര്യൻ തന്നെ ജാഗ്രതായിട്ടും സ്വപ്നമായും സുഷുപ്തിയായിട്ടും വിശ്വനായും തൈജസനായും പ്രാജ്ഞനായും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു ശുദ്ധീകരണം നമ്മളെ അനുഭവത്തെ മുൻനിർത്തി പറയുകയാണ്. ഇത് അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടെങ്കിൽ ഇത് വളരെ അനായാസമായ ഒരു കാര്യമാണ്. ഇവിടെ പ്രയത്നമുണ്ട്, പക്ഷേ പ്രയത്നം ലഘുവായ പ്രയത്നം മതി. അപ്പോ ഒരുപാട് തപസ്സുകളെക്കുറിച്ചും ഒരുപാട് സമാധികളെക്കുറിച്ചും വളരെ തീവ്രമായ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്നതോ അതാവശ്യമാണെന്നുള്ളവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതാവശ്യമാണെന്നുള്ളവർക്ക് അതാകാം. ഇവിടെ അതല്ല നിർദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ ലളിതമായ ഒരു മാനസിക പ്രക്രിയയാണ് ഇവിടെ ഉപാസന എന്ന് പറഞ്ഞ് നിർദ്ദേശിക്കുന്നത്. ആ ലാളിത്യത്തെ, അനായാസതയെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അവർക്ക് വേണ്ടി കഠിനമായ മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് തനിക്ക് ഏത് വേണമെന്നുള്ളത്. ചിലർ അങ്ങനെയാണല്ലോ, ക്ലിഷ്ടതകൾ വൈഷമ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതവർക്ക് സ്വീകരിച്ചേ പറ്റും. മധുരം ഇഷ്ടപ്പെടുന്നവരുണ്ട്, കയ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. കയ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് മധുരം കൊടുത്താൽ ശരിയാകത്തില്ല, മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കയ്പും ശരിയാകത്തില്ല. അതുപോലെ അവരുടെ രസാനുഭവത്തിൽ വരുന്ന ഒരു വ്യത്യാസം അതുപോലെയാണ് ഇവിടെ. അതുകൊണ്ടിവിടെ വളരെ ചുരുങ്ങിയ ശബ്ദങ്ങളിൽ അത് നിർദ്ദേശിച്ചിരിക്കുകയാണ്. വളരെ അനായാസമായിട്ടുള്ള ഒരു ഉപാസനാ രീതി, ധ്യാനമാർഗം. ആപേക്ഷികമായതിന് പ്രയത്നം കുറവാണ്, ലളിതവുമാണ്. അത് നമ്മൾ മനസ്സിലാക്കി വേണ്ടിയിട്ട് വേണം ഇതിനെ സ്വീകരിക്കേണ്ടത്, ഇതിനൊരു ഉപാസനയായി സ്വീകരിക്കേണ്ടത്. അതും ഇവിടെ ഇപ്പോൾ ഉപനിഷത്ത് ഇത് പറയുന്നു. ഇവിടെ ഇത് പറയുന്നത് നമുക്ക് ഇതിനെ പഠിച്ച് മനസ്സിലാക്കി എന്നതിന് വേണ്ടിയിട്ടല്ല. ഇവിടെ പറയുന്നത് ഇതിനെ നമ്മളൊരു ഉപാസനയായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു ധ്യാനമായി സ്വയം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുകയാണ്. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഗവേഷണം നടത്താനോ കണ്ടുപിടിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. പറയുന്നത് എങ്ങനെയോ അതുപോലെ അനുഷ്ഠിക്കുക, അതിനുവേണ്ടി പറയുകയാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് നമ്മളൊരു പഠന വിഷയമാക്കും, അത് പഠിച്ച് നമ്മൾക്ക് ഓർമ്മിച്ച് വയ്ക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ ധരിക്കും. ഇത് പഠിച്ച് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് മനസ്സിലാക്കി അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ഓർമ്മിച്ച് വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. അത് അനുഷ്ഠാനത്തിലില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നും. പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതും മനസ്സിന്റെ ഒരു തലത്തിലിരിക്കത്തേ ഉള്ളൂ. ഇതിവിടെ പറയുന്നത് അനുഷ്ഠിക്കാൻ വേണ്ടി തന്നെയാണ്. ഇത് മനസ്സിലായാൽ ഇതിന്റെ അനുഷ്ഠാനം വളരെ അനായാസമാണ്. ഓംകാര ഉപാസനയിൽ അകാര വിശ്വന്റെ സാദൃശ്യത്തെ പറഞ്ഞുകൊണ്ട് അകാരമാണ് വിശ്വൻ എന്ന് ചിന്തിക്കുക എന്നാവശ്യപ്പെട്ടു. അതുപോലെ ഉകാര തൈജസന്റെ സാദൃശ്യത്തെ പറഞ്ഞുകൊണ്ട് ഉകാരമാണ് തൈജസൻ എന്ന് ധ്യാനിക്കാൻ പറഞ്ഞു. കേന സാമാന്യേന, എന്താണ് ഇവിടുത്തെ സാദൃശ്യം? സാമാന്യം എന്ന് പറഞ്ഞാൽ സാദൃശ്യം. ഉകാരമാണ് തൈജസൻ എന്ന് പറയണമെങ്കിൽ രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധം വേണ്ടേ? ഇത്യാഹാത് പറയുന്നത് എന്താണ്? ഉത്കർഷ. ഇവിടെയും രണ്ട് സാദൃശ്യങ്ങൾ പറയുന്നു. അകാരാത് ഉത്കൃഷ്ട ഇവഹി ഉകാര. അകാരത്തെക്കാൾ ഉത്കൃഷ്ടമാണ് ഉകാരം. ഉത്കൃഷ്ടം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ
ലൗകികമായ അർത്ഥം കൊടുക്കും. ശ്രേഷ്ഠമാണ്, മഹത്താണ് എന്നൊക്കെയുള്ള അർത്ഥം. ഈ ലോകത്തിൽ കാണുന്ന ഉത്കർഷമല്ല ഇവിടെ പറയുന്നു. ഇവിടെ അതുകൊണ്ട് പറഞ്ഞു എന്താണ് ഉത്കൃഷ്ട ഇവ ഉകാരഃ. എന്താണ് ഇവിടുത്തെ ഉത്കർഷ എന്ന് പറയുന്നത്? വിശ്വൻ അല്ലെങ്കിൽ വൈശ്വാനരൻ. വിശ്വൻ എന്ന് പറയുന്നിടത്തെല്ലാം ഇവിടെ വൈശ്വാനര ശബ്ദം ഉപയോഗിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വിശ്വൻ നമുക്ക് സദാ പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വൈശ്വാനൻ അങ്ങനെയല്ല. വിശ്വൻ എന്ന് പറയുന്നത് എന്റെ ജാഗ്രതാണ്. വൈശ്വാനരൻ എന്ന് പറയുന്നതോ ഈ സർവ്വജാഗ്രതകളെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ്. അതെനിക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണ് വിശ്വന് പോലെ വൈശ്വാനരം പറയുന്നത്. അതിനേക്കാൾ ഉത്കൃഷ്ടമാണ് തൈജസൻ. അതുകൊണ്ട് അകാരത്തെക്കാൾ ഉത്കൃഷ്ടമാണ് ഉകാരം എന്ന് പറയുന്നത്. കാരണം അകാരം കഴിഞ്ഞാണല്ലോ ഉകാരം വരുന്നത്. ഒന്ന് കഴിഞ്ഞ് രണ്ട് വരുമ്പോൾ നമ്മൾ പറയും ഒന്നിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടാണ് രണ്ട്. സർവാനുഭവസിദ്ധമായിരിക്കുന്ന ഈ വിശ്വനിലൂടെ നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ്? സ്ഥൂലം. നേരത്തെ പറഞ്ഞു എന്താണ് സ്ഥൂലം? തർപ്പയതേ വിശ്വം പറഞ്ഞു. സ്ഥൂലമാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തൈജസ്സനാണെങ്കിലോ സൂക്ഷ്മമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥൂലത്തെക്കാൾ ശ്രേഷ്ഠമാണ് സൂക്ഷ്മം. അതുകൊണ്ടാണ് ഇവിടെ ഉത്കൃഷ്ടമെന്ന് പറയുന്നത്. സ്ഥൂലത്തെക്കാൾ എന്തുകൊണ്ട് സൂക്ഷ്മ ശ്രേഷ്ഠമായിരിക്കുന്നു? അതിനെന്താ ശ്രേഷ്ഠത? അത് ഈ തുര്യനോട് അടുത്ത് നിൽക്കുന്നുണ്ട്. സ്ഥൂലത്തിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? തുര്യനിൽ നിന്നും അകന്നു പോകും. സ്ഥൂലത്തിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? ബഹിർമുഖനാകും. സ്ഥൂലതയിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ബഹിർമുഖനാകും. ബഹിർമുഖനാകുമെന്ന് പറഞ്ഞാൽ സ്പഷ്ടം. കണ്ണ് തുറക്കണം, ചെവി തുറക്കണം. അതാണ് സ്ഥൂലത്തിന്റെ പ്രത്യേകത. ബഹിർമുഖനായാലേ സ്ഥൂലത്തെ ഗ്രഹിക്കാൻ പറ്റും. വിരാട്ടിനെ ഗ്രഹിക്കണമെങ്കിൽ ബഹിർമുഖനാകണം. ബഹിർമുഖനാകുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? സാധാരണഗതിയിൽ ഈ തുര്യനിൽ നിന്ന് അകന്നു പോകുന്നു. സൂക്ഷ്മം എന്ന് പറയുന്നതോ അതിനെ ഗ്രഹിക്കണമെങ്കിലോ അന്തർമുഖനാകണം. അന്തർമുഖനാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തുര്യനോട് അടുത്ത് വരുന്നു. തുര്യനെ പ്രാപിക്കുന്നതിനുള്ള ഉപായമായിട്ടിവിടെ നിർദ്ദേശിക്കുന്ന എന്താണ്? അകമുഖത, അന്തർമുഖത എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഉപാസന എന്ന് പറയുന്നത് എന്താണ്? അതും അകമുഖതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉപാസനയ്ക്ക് വേണ്ടി കണ്ണടയ്ക്കുന്നത്. തത്വജ്ഞാനത്തിൽ പ്രകാശിക്കുന്നതിന് കണ്ണടയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ഉപാസനയ്ക്ക് കണ്ണടച്ചാലേ പറ്റൂ. കണ്ണ് തുറന്നിരുന്നാൽ എന്തായിരിക്കും നമ്മൾ കാണുന്നത്? വിരാട്ടിനെ ആയിരിക്കും. അവിടെ കൊണ്ട് സംഗതി തീരാനൊക്കത്തില്ല. ഹിരണ്യഗർഭൻ എന്ന് പറയുമ്പോഴോ ആന്തരികമാണ്. അവിടെ കണ്ണടച്ചാലേ പറ്റും. അന്തർമുഖമായാലേ പറ്റും. അന്തർമുഖത എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെ ഉപാസന. അത് തന്നെയാണ് ധ്യാനം. അതുകൊണ്ട് തന്നെ എന്തായി? അത് തുര്യനിലേക്ക് അടുപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വനേക്കാൾ, വൈശ്വാനരനേക്കാൾ ഉത്കൃഷ്ടമാണ് തൈജസൻ, ഹിരണ്യഗർഭൻ. അകാരത്തിൽ നിന്ന് ഉകാരത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഉപാസകൻ ചിന്തിക്കുന്നത്? എന്താണ്? ഈ അകാരം ഉകാരത്തിൽ നിന്നും വേറിട്ടല്ല എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഇനി പറയുന്നതാണ് അകാരത്തെ ഉകാരത്തിൽ ലയിപ്പിക്കണം, വിശ്വനെ തൈജസ്സിനിൽ ലയിപ്പിക്കണം എന്ന് പറയുന്നു. ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വിശ്വനെ തൈജസ്സിനിൽ ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, കാരണത്തിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം, ഈ രീതിയിൽ ഒരു വരവും തിരിച്ചൊരു പോക്കുമുണ്ട്. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മത്തിൽ നിന്ന് കാരണം.
ഇങ്ങനെ വന്നും പോയി ഇരിക്കുകയാണ്. അപ്പൊ കാരണം സൂക്ഷ്മത്തിനും സ്ഥൂലത്തിനും ഉപാദാനമായിട്ടിരിക്കുന്നു, കാരണമായിരിക്കുന്നു. സ്ഥൂലമായി കാണുന്ന ഇത് സൂക്ഷ്മത്തിൽ നിന്ന് വേറെ ആകാൻ വഴിയില്ല. സൂക്ഷ്മം തന്നെ രൂപാന്തരപ്പെട്ടതാണ് ഈ സ്ഥൂലം. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥൂലം സൂക്ഷ്മം തന്നെയാണ്. ഈ സ്ഥൂലം സൂക്ഷ്മത്തിൽ നിന്ന് വേറിട്ടല്ല എന്ന് ധരിക്കണം. അതായത് ഈ വിശ്വൻ തൈജസ്സിൽ നിന്നും വേറിട്ടല്ല, തൈജസ്സിന്റെ തന്നെ രൂപാന്തരമാണ് ഈ വിശ്വൻ എന്ന് ധരിക്കണം. അപ്പോൾ ഉപാസകൻ അങ്ങനെ ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു. എന്താണോ ഉപാസന എപ്പോഴാണ് നടക്കുന്നത്? ജാഗ്രതത്തിൽ, സ്വപ്നത്തിലല്ല ചെയ്യുന്നു. ജാഗ്രതത്തിലെ ഈ വിശ്വൻ സൂക്ഷ്മത്തിലെ ആ തൈജസ്സിൽ നിന്നും വേറെയല്ല എന്ന് ചിന്തിച്ച് തന്റെ മനസ്സുകൊണ്ട് ആ തൈജസ്സിനോട് ഏകീഭവിക്കുന്നതാണ് വിശ്വനെ തൈജസ്സിനോട് ലയിപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ധ്യാന രീതിയാണ്. ഈ കാണുന്ന വിരാട് രൂപം അത് ആ സൂക്ഷ്മമായ തൈജസ്സിന്റെ പ്രപഞ്ചത്തിൽ നിന്നും വേറെയല്ല എന്ന് മനസ്സിൽ ധ്യാനിക്കുന്നു, കണ്ണടച്ച് ധ്യാനിക്കുന്നു. അതിനാണ് പറയുന്നത് ഈ വിരാട്ടിനെ ഹിരണ്യഗർഭനോട് ലയിപ്പിക്കുന്നു എന്ന് പറയുന്നു, വിശ്വനെ തൈജസ്സിനോട് ലയിപ്പിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇത് ഈ സ്ഥൂലം സൂക്ഷ്മത്തിൽ ലയിക്കണമെങ്കിൽ ഈ സൂക്ഷ്മം സ്ഥൂലത്തെ ഉൾക്കൊള്ളണമെങ്കിൽ അത് ഉത്കൃഷ്ടമായിരിക്കും. അതിനേക്കാൾ ഉത്കൃഷ്ടമായിരിക്കണം അടുത്ത് വരുന്ന പ്രാജ്ഞൻ, എന്നാലേ അതിൽ ലയിക്കത്തുള്ളൂ. അടുത്ത ഭാഷ്യകാരൻ ഉദാഹരണവും പറയും, പ്രസ്ഥത്തിന്റെയും യവത്തിന്റെയൊക്കെ ഉദാഹരണം പറയും. അപ്പോ വലുതിനെ ചെറുത് ഉൾക്കൊള്ളുന്നു, അതുപോലെ സ്ഥൂലത്തെ സൂക്ഷ്മം ഉൾക്കൊള്ളുന്നു. സ്ഥൂലത്തെ സൂക്ഷ്മം ഉൾക്കൊള്ളുന്നതിനെയാണ് ലയിപ്പിക്കുക എന്ന് പറയുന്നത്. ലയിപ്പിക്കുക എന്ന് പറയുന്നത് കേവലം ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്നു. ഏകാഗ്രമായ ചിന്തയാണ് ഇവിടുത്തെ ഉപാസന എന്ന് പറയുന്നത്. ഏകാഗ്രമായ മനനം, അത് തന്നെ ഉപാസന. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അകാരാത് ഉത്കൃഷ്ടൈവ ഹ്യുകാരഃ. ലൗകികമായ ഉത്കർഷത്തെ അല്ല ധരിക്കേണ്ടത്, താത്വികമായ ഉത്കർഷത്തെ ധരിക്കണം. അതിനുവേണ്ടി ഈ സ്ഥൂലവും സൂക്ഷ്മവും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കണം. സൂക്ഷ്മം സ്ഥൂലത്തെ ഉൾക്കൊള്ളുന്നു. സൂക്ഷ്മത്തിലാണ് സ്ഥൂലം നിലനിൽക്കുന്നത്. അത് ഈ വിശ്വന്റെ പ്രപഞ്ചമായാലും ശരി, വിശ്വനായാലും ശരി, തൈജസ്സിന്റെ പ്രപഞ്ചമായാലും ശരി, തൈജസ്സിനായാലും ശരി, അതങ്ങനെ മനസ്സിലാക്കണം. തൈജസ്സിന്റെ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണ് നമ്മൾ ജാഗ്രതയിൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? വിചാരങ്ങളിലൂടെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സൂക്ഷ്മ പ്രപഞ്ചമാണ്. അതിന്റെ തന്നെ മറ്റൊരു വിപുലമായ പ്രപഞ്ചമാണ് നമ്മൾ സ്വപ്നത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജാഗ്രതയിലെ സംസ്കാരം കൊണ്ടാണ്, വാസന കൊണ്ടാണ് സ്വപ്നം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നു. തൈജസ്സിന്റെ സാന്നിധ്യം ജാഗ്രതയിലുമുണ്ട്. പക്ഷെ അത് വിശ്വന്റെ ഈ സ്ഥൂലഭാവങ്ങളോട് ചേർന്ന് അനുഭവപ്പെടുന്നതുകൊണ്ട് നമുക്കതിനെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ സ്ഥൂല പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന അനുഭവമാണത്. സ്ഥൂലപ്രപഞ്ച അനുഭവത്തിന് ആധാരമായിരിക്കുന്ന അനുഭവം. നമ്മുടെ ചിന്താലോകം എല്ലാം തൈജസ്സിന്റെയാണ്. ബാഹ്യ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നത് മാത്രമാണ് വിശ്വന്റെ ലോകം.
ചിന്താലോകത്തെ നമ്മൾ ബാഹ്യേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്നതല്ല, അത് തൈജസ്സിന്റെ. പക്ഷെ ഇവിടെ അത് സ്പഷ്ടമല്ല. എന്തുകൊണ്ട്? ഇവിടെ സ്ഥൂലവും സൂക്ഷ്മവും ചേർന്നാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സ്ഥൂലത്തിൽ നിന്ന് നമുക്ക് സൂക്ഷ്മത്തെ നമുക്ക് ഇവിടെ വേർതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സ്വപ്നത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. മുമ്പ് പറഞ്ഞല്ലോ, ഭാഷ്യത്തിൽ പറഞ്ഞു, ജാഗ്രത്തിൽ വിശ്വനും തൈജസ്സനും പ്രാജ്ഞനും ഉണ്ട് എന്ന് പറഞ്ഞു. സ്ഥൂലവും സൂക്ഷ്മവും കാരണവും ഉണ്ട് എന്ന് പറഞ്ഞു. ജാഗ്രത്തിൽ ഇതെല്ലാം അനുവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ജാഗ്രത്തിൽ ഇത് നമുക്ക് വേർതിരിക്കാൻ വയ്യ. സ്വപ്നത്തിൽ അങ്ങനെയല്ല, അവിടെ വളരെ സ്പഷ്ടമാണ്. തൈജസ്സിന്റെ വിക്രിയകളെല്ലാം നമുക്കവിടെ അറിയാം. അതുകൊണ്ടാണ് തൈജസ്സിന് സ്വപ്നത്തിൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. അത് ഈ ജാഗ്രത പോലെയോ അല്ലെങ്കിൽ ജാഗ്രതത്തിനേക്കാളും വിപുലമാണ് സ്വപ്നം എന്ന് പറയുന്നത്. വളരെ വിപുലമായൊരു പ്രപഞ്ചമാണ്. പക്ഷെ അവിടെ എല്ലാം സ്പഷ്ടമാണ്. ഏത്? എങ്ങനെ സ്പഷ്ടം? സ്വപ്നത്തിലെ വിഷയാനുഭവങ്ങൾ സ്പഷ്ടമല്ല, പക്ഷെ സ്വപ്നത്തിലെ സൂക്ഷ്മത നമുക്ക് സ്പഷ്ടമാണ്. സ്വപ്നത്തിലെ സൂക്ഷ്മതയാണ് നമ്മൾ അവ്യക്തമായും അനിശ്ചിതമായും ഒക്കെ ഗ്രഹിക്കുന്നത്. ആ സ്വപ്നത്തിന്റെ സൂക്ഷ്മതയാണ്. അതുകൊണ്ട് ആ സൂക്ഷ്മത നമുക്ക് സ്പഷ്ടമാണ്. അവിടെ തൈജസ ഭാവം സ്പഷ്ടമാണ്. തൈജസ പ്രപഞ്ചം അവിടെ നമുക്ക് സ്പഷ്ടമാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ വ്യക്തമായി ജാഗ്രതയിൽ നിന്ന് വേർതിരിച്ച് സ്വപ്നം എന്ന് വേർതിരിച്ച് നിർത്തുന്നത്. കാരണം അത് സ്പഷ്ടമായതുകൊണ്ടാണ്. അവിടുത്തെ വിഷയങ്ങളും അനുഭവങ്ങളും അവ്യക്തമാണെങ്കിലും സ്വപ്നം സ്പഷ്ടമാണ്. അത് സൂക്ഷ്മം എന്നുള്ള നിലയ്ക്ക് ജാഗ്രതത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടിവിടെ ഉപാസകൻ ധ്യാനിക്കുന്നത് എന്താണ്? ഈ വിശ്വൻ തന്നെയാണ് തൈജസൻ. തൈജസ്സിൽ നിന്നും വേറിട്ടൊരു വിശ്വനില്ല. ഈ വിരാട് അത് തന്നെയാണ് ഹിരണ്യഗർഭൻ. ആ ഹിരണ്യഗർഭനിൽ നിന്നും വേറിട്ടൊരു വിരാട്ടില്ല, സൂക്ഷ്മത്തിൽ നിന്ന് വേറിട്ടൊരു സ്ഥൂലമില്ല എന്ന് ചിന്തിക്കുന്നത് യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്ന കാര്യമാണ്. അതിനെയാണ് ഇവിടെ പറയുന്നത് അകാരാത് ഉത്കൃഷ്ട ഇവ ഉകാരഹ. അതിന്റെ ലൗകിക അർത്ഥം ഗ്രഹിക്കാതിരിക്കാനാണ് ഇവശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. തഥാ തൈജസോ വിശ്വാ, അതുപോലെ തൈജസ്സിനും വിശ്വനേക്കാൾ ഉത്കൃഷ്ടമാണ് എന്ന് പറയുമ്പോൾ ധരിക്കേണ്ടത് ആ വിശ്വൻ തൈജസ്സിനോട് ഏകീഭവിക്കുന്നു. അകാരം ആ ഉകാരത്തിൽ നിന്നും വേറിട്ടല്ല. കാരണം ഇതൊന്നല്ലേ. വാസ്തവത്തിലിവിടെ ഓങ്കാരത്തിൽ അകാരം ഉകാരം അകാരങ്ങളെന്ന് പറയുന്ന മൂന്നക്ഷരമൊന്നുമില്ല. ഓങ്കാരം ഏകശബ്ദമാണ്. പക്ഷെ ഏകശബ്ദത്തെ ഏകമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതുണ്ട്, അല്ലെങ്കിൽ ഏകമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതുണ്ട്. ആത്മബോധത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിനെ പിരിക്കുകയാണ് അകാരം ഉകാരം അകാരങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ കണക്ക് പോലെയല്ല, ഒന്നേ അധികം ഒന്നേ അധികം ഒന്നേ സമം 3 എന്ന് പഠിപ്പിക്കുന്ന പോലെയല്ല ഇവിടെ പറയുന്നു. അടുത്ത് സാമാന്യം പറയുന്നു. എന്താണ്? ഉഭയത്വാദ് വാ അകാര മകാരയോർ മധ്യസ്ഥ ഉകാരഃ തഥാ വിശ്വപ്രാജ്ഞയോർ മധ്യേ തൈജസഃ അതഃ ഉഭയഭാഗ്യ സാമാന്യ. രണ്ട് സാദൃശ്യങ്ങൾ പറയുകയാണ് ഉകാരവും തൈജസ്സിനുമായിട്ട്. ഉകാരം മധ്യത്തിൽ വന്നു. എല്ലാത്തിന്റെയും തുടക്കം അകാരമാണെന്ന് പറഞ്ഞു. എല്ലാത്തിന്റെയും തുടക്കം വിശ്വനാണെന്ന് പറഞ്ഞു. എല്ലാത്തിന്റെയും ഒടുക്കം മകാരമാണെന്ന് പറഞ്ഞു. എല്ലാത്തിന്റെയും അവസാനം സുഷുപ്തിയാണെന്നും പറഞ്ഞു. അപ്പൊ ഇതിന്റെ മധ്യത്തിൽ വരുന്നതാണല്ലോ ഉകാരം. ഓങ്കാരത്തിലും അങ്ങനെയാണ്. ഇപ്പൊ ജാഗ്രത സുഷുപ്തികൾക്ക് മധ്യത്തിലാണ് വരുന്നത്. നമ്മുടെ അനുഭവം അങ്ങനെയാണ്. സ്വപ്നം ജാഗ്രതത്തിലിരുന്നു കൊണ്ട് നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അതേ സാധ്യമാകുന്നുള്ളൂ.
ജാഗ്രതത്തിലാണ് നമ്മുടെ ശാസ്ത്രം, ജാഗ്രതത്തിലാണ് ഗുരു, ജാഗ്രതത്തിലാണ് ഉപദേശം, ജാഗ്രതത്തിലാണ് വിചാരം, ജാഗ്രതത്തിലാണ് ജ്ഞാനവും അജ്ഞാനവും ഭ്രമവും എല്ലാം ജാഗ്രതത്തിലാണ്. അങ്ങനെ ജാഗ്രതത്തിലിരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നത്? എങ്ങനെ ഈ തൈജസ്സിനെ വിശ്വനും പ്രാജ്ഞനും മധ്യത്തിലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അതാണ് ഇതിന്റെ ഒരു സാദൃശ്യം. ഏതുമായിട്ടുള്ള ഉകാരവുമായിട്ടുള്ള ഉകാരം നമുക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ അകാര മകാരങ്ങൾക്ക് മധ്യത്തിലാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്, അവസാനത്തിലെത്തണമെങ്കിൽ മധ്യം കടന്നല്ലേ പോകാൻ പറ്റും. അകാരത്തിൽ തുടങ്ങി ഉകാരത്തിലൂടെ കടന്ന് മകാരത്തെ എത്തിച്ചേരുന്നു. വിശ്വനിൽ തുടങ്ങി, അതായത് സ്ഥൂലത്തിൽ തുടങ്ങി സൂക്ഷ്മത്തിലൂടെ കാരണത്തിലെത്തിച്ചേരുക. ഉപാസന എന്റെ മനസ്സുകൊണ്ട്. അതിനുവേണ്ടി അതിനെ ഒരു വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം, ഇന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി ഇന്ന സ്ഥലം കടന്ന് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം എന്നാണ് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ തുര്യനെത്താനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. വഴി പറയുമ്പോൾ എങ്ങനെ പറയുന്നു? നിങ്ങൾ അകാരത്തിൽ തുടങ്ങി ഉകാരത്തിലൂടെ പോയി മകാരത്തിൽ അവസാനിക്കുക, ശേഷിക്കുന്നതാണ് തുര്യൻ. മകാരത്തിൽ അവസാനിച്ചോളൂ. അവിടെ എന്ത് വരുന്നു? ഇവിടെ വിശ്വനിൽ തുടങ്ങി തേജസ്സിലൂടെ കടന്ന് പ്രാജ്ഞനിലെത്തിച്ചേരുക. അപ്പോൾ മധ്യത്തിൽ എന്തായി? തേജസ്സിനായി. ഓമിന്റെ മധ്യത്തിൽ എന്തായി? ഉകാരം. ഇത് രണ്ടും തമ്മിൽ സാദൃശ്യമുണ്ട്. അങ്ങനെ ഒരു സാദൃശ്യമുള്ളത് കൊണ്ടും ഇവിടെ ധ്യാനിക്കണം ഉകാരമായി തൈജസ്സിനെ. തൈജസ്സൻ തന്നെയാണ് ഉകാരം. അപ്പോൾ ഉകാരം എന്ന് പറയുന്ന ഒരു ആലംബനത്തെ സ്വീകരിച്ചുകൊണ്ട് ആ തൈജസ്സൻ എന്ന് പറയുന്ന തന്റെ പ്രജ്ഞയെ ധ്യാനിക്കുക. അകാരം എന്ന് പറയുന്ന ഒരു ആലംബനത്തെ സ്വീകരിച്ചുകൊണ്ട് വിശ്വനെന്ന് പറയുന്ന തന്റെ അനുഭവത്തെ ധ്യാനിക്കുക. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അകാരമാണ് വിശ്വനെന്ന് മനസ്സിലാക്കുന്നതിന് യത്നം ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് സ്ഥൂലമായതുകൊണ്ട്. സ്ഥൂലത്തെ മനസ്സിലാക്കുന്നതിന് നമുക്ക് യത്നം ആവശ്യമില്ല. സ്ഥൂലം എന്താണ്? പ്രകടമായിരിക്കുന്നതിനാണ് നമ്മൾ സ്ഥൂലം എന്ന് പറയുന്നത്. അത് ഒളിഞ്ഞിരിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ അത് അനുഭവസിദ്ധമാണ്. ഉണർന്നു ഇരുന്ന് ചിന്തിക്കുന്നവൻ തന്നെയാണ് വിശ്വൻ. അത് നമുക്ക് അനുഭവസിദ്ധമായ കാര്യമാണ്. അപ്പൊ അകാരമാണ് വിശ്വനെന്ന് ധ്യാനിക്കുന്നതിന് അത് തന്നെ ധ്യാനിക്കുകയാണ്, താനാണെന്ന് പറയുകയാണ്. അത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ തൈജസ്സിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. തൈജസ്സൻ കുറച്ചുകൂടി സൂക്ഷ്മമാണ്. തൈജസ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടുന്നത് സ്വപ്നത്തെക്കുറിച്ച് സ്മരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സ്വപ്നത്തെക്കുറിച്ച് സങ്കല്പിക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമേ തൈജസ്സിനെ കുറിച്ച് നമുക്കൊരു കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ട്? അത് കൂടുതൽ സൂക്ഷ്മമായതുകൊണ്ട്. എന്നാലും നമുക്കതിനെ സ്മരിക്കാൻ കഴിയുന്നുണ്ട്. എന്താണ്? സ്വപ്നസ്ഥനായ പുരുഷൻ, സ്വപ്നം കാണുന്നവൻ. സ്വപ്നം എന്തുകൊണ്ട് അവ്യക്തമായി പോകുന്നു? നേരത്തെ ഞാൻ പറഞ്ഞത് സൂക്ഷ്മമായതുകൊണ്ടാണ്. സൂക്ഷ്മം എപ്പോഴും അവ്യക്തമായി. പരമാണുവിനെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുമോ? പറ്റുന്നില്ല. എന്തുകൊണ്ടത് സൂക്ഷ്മമായതുകൊണ്ട്. പരമാണു പോലും എവിടെ നിൽക്കുന്നു? സ്ഥൂലത്തിലാണ് നിൽക്കുന്നത്. സ്ഥൂലത്തിന്റെ ഭാഗമാണ്, സൂക്ഷ്മത്തിന്റെ അല്ല. അപ്പോൾ സൂക്ഷ്മം എന്ന് പറയുന്നതോ തന്മാത്രകളുടെ സ്ഥാനമാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. അപ്പോൾ തന്മാത്രകളുടെ സ്ഥാനത്തിരിക്കുന്ന സൂക്ഷ്മത്തെ നമുക്ക് വ്യക്തമായി ധരിക്കാൻ വയ്യ. അതിനപ്പുറം പോകുമ്പോഴോ തീരെ അവ്യക്തമായി പോകുന്നു. അതുകൊണ്ടാണ് പ്രാജ്ഞൻ അവ്യക്തൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നിലേക്ക് പോകും തോറും ഇത് സൂക്ഷ്മമായി പോകുന്നു. സൂക്ഷ്മമാകും തോറും അവ്യക്തമാകുന്നു. കാരണത്തിലെത്തുമ്പോൾ പൂർണ്ണമായും അവ്യക്തമായി പോകുന്നു. സൃഷ്ടിയെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്മരിക്കാം, അല്ലെങ്കിൽ സങ്കല്പിക്കാം, ഭാവന ചെയ്യാം. പക്ഷേ സ്മരിച്ചാലും ഭാവന ചെയ്താലും അതെന്താണ്? പൂർണ്ണമായും അവ്യക്തമാണ്. ലേശവും വ്യക്തതയില്ല. തൈജസ്സൻ കുറേയൊക്കെ വ്യക്തമാണ്. തൈജസ്സിനെ കുറിച്ച് നമ്മൾ പറയും എന്താണ്? എന്തൊക്കെ അവിടെ കണ്ടു, എന്തൊക്കെ കേട്ടു, എന്തൊക്കെ അനുഭവിച്ചു.
സന്തോഷിച്ചു, ദുഃഖിച്ചു. അവിടെ അവ്യക്തമായ ചില സ്മരണകളോട് ബന്ധപ്പെട്ട് തൈജസ്സിനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് വിശ്വന്റെ ഈ ഭാവന ധ്യാനത്തെക്കാൾ കുറച്ചുകൂടി ക്ലേശകരമാണ് തൈജസ്സിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മുടെ അനുഭവത്തിന് വിഷയമാകുന്നതുകൊണ്ട് അത് അസാധ്യവുമല്ല, അസാധ്യമായ കാര്യമല്ല. തൈജസ്സിന് അനുഭവത്തിന് വിഷയമാകുന്നുണ്ട് സ്വപ്നത്തിൽ. അതുകൊണ്ട് ഈ ജാഗ്രതത്തിലെ ഈ വിശ്വന്റെ ഭാവന അനായാസമാണ്. അകാരമാണ് വിശ്വനെന്ന് നമുക്ക് അനായാസമായി ധ്യാനിക്കാം. അതിന് മനസ്സിന്റെ വലിയൊരു ഏകാഗ്രതയൊന്നും ആവശ്യമില്ല. ഇക്കാര്യം ബോധിക്കുന്ന ആർക്കും അത് ധ്യാനിക്കാൻ പറ്റും. അകാരമാണ് വിശ്വൻ. അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ ഉകാരമാണ് തൈജസ്സൻ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി യത്നം ആവശ്യമാണ്. വിഷയം സൂക്ഷ്മമായതുകൊണ്ട് മനസ്സിന് കുറച്ചുകൂടി സൂക്ഷ്മത ആവശ്യമാണ്. ഏകാഗ്രമായ മനസ്സിലെ അത് ഉറയ്ക്കത്തുള്ളൂ. അതുകൊണ്ട് മനസ്സിന് കുറച്ചുകൂടി ഏകാഗ്രതയും അവിടെ ആവശ്യമാണ്. അങ്ങനെ മനസ്സ് ഏകാഗ്രതപ്പെടുമ്പോൾ ആ മനസ്സെന്ത് ചെയ്യുന്നു? അതിന്റെ സ്ഥൂലഭാവങ്ങളെല്ലാം വെടിയുന്നു, ഉപേക്ഷിക്കുന്നു. കാരണം തൈജസ്സനിൽ മനസ്സിനെ ഉറപ്പിക്കണമെങ്കിൽ മനസ്സിന് കൂടുതൽ ഏകാഗ്രത ആവശ്യമാണ്. ഏകാഗ്രമായി ചിന്തിക്കുന്നു. എപ്പോഴാണോ മനസ്സ് ഏകാഗ്രമായി ചിന്തിക്കുന്നത് അതിനപ്പോ സ്ഥൂലത്തെ വെടിഞ്ഞേ പറ്റും. സ്ഥൂലത്തെ വെടിയാതെ മനസ്സിന് ഏകാഗ്രമാകാൻ പറ്റത്തില്ല. സ്ഥൂലത്തെ വെടിയാതെ മനസ്സ് ഏകാഗ്രമാകുന്നത് സ്ഥൂലത്തിൽ തന്നെ ഏകാഗ്രമാകുമ്പോഴാണ്. സൂക്ഷ്മത്തിലേക്ക് മനസ്സ് ഏകാഗ്രമാകണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സ് സ്ഥൂലത്തെ വെടിഞ്ഞേ പറ്റും. സൂക്ഷ്മത്തിനോട് അടുത്തേ പറ്റും. അതാണ് പറഞ്ഞത്. എന്താണ് അത്? കുറച്ചുകൂടി പ്രയാസമുള്ള കാര്യമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? മനസ്സ് തന്നെ അത് ചെയ്യുന്നത്. മനസ്സ് സ്വയം മനസ്സ് തന്നെ ഭാവന ചെയ്യുന്നു. ഉകാരത്തോട് അഭിന്നനായിരിക്കുന്ന തൈജസൻ, ആ തൈജസൻ നിന്നും ഭിന്നനല്ല വിശ്വൻ എന്ന് മനസ്സിന് ഏകാഗ്രമായി ഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ അതിനെ പറയുന്നു ഇവിടെ എന്താണ്? വിശ്വനെ തൈജസ്സനിൽ വിലയിപ്പിച്ചു. വിശ്വനെ തൈജസ്സനിൽ വിലയിപ്പിക്കുക എന്ന് പറയുന്ന ആ മാനസിക പ്രക്രിയ അതാണ്, ആ ധ്യാനം അതാണ്. അതൊന്നാണെന്ന് ഭാവന ചെയ്യുക. ആ ഭാവന എത്രമാത്രം ദൃഢമാകുമോ, എത്രമാത്രം ഏകാഗ്രമാകുമോ അതിനനുസരിച്ച് ആണ് അവിടെ ലയം എന്ന് പറയുന്നത്, ലയനം സംഭവിക്കുന്നു എന്ന് പറയുന്നത്. അതിനുവേണ്ടി പറയുന്നത് എന്താണ്? അത് മധ്യഭാഗമാണ്. അവിടെ ധ്യാനം പൂർണ്ണമാകുന്നില്ല. വിശ്വനിൽ നിന്ന് തുടങ്ങി തൈജസ്സിൽ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടത് മധ്യമാണെന്ന് പറയുന്നു. ഉഭയത്വ, അവിടെ ഒരു സാദൃശ്യം വരുന്നു. ഉകാരവും മധ്യത്തിൽ വന്നു, തൈജസ്സിനും മധ്യത്തിൽ വന്നു. ഞാനീ ഇതിനെങ്ങനെ വിശദീകരിക്കുന്നത് ഇതുപോലെ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ തിരിച്ചു കളയരുത്. ഇതിപ്പോ ഞാനെങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുകയാണ്. കേൾക്കുന്ന ഒരാൾ ഇതേപോലെ ചിന്തിക്കണമെന്നില്ല. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചിന്തിക്കണം. അതിന്റെ തത്വത്തെ മനസ്സിലായിക്കൊണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ സാമാന്യത്തെ പറയുന്നത്. അതായത് ഓരോരോ ഉപാസകനും സ്വീകരിക്കാവുന്ന സാമാന്യങ്ങൾ ഇവിടെ നിർദ്ദേശിക്കുന്നു. അതിന്റെ ഉപാസന എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സംസ്കാരം അനുസരിച്ചായിരിക്കും. ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അത് കേട്ടുകഴിഞ്ഞാൽ അത് ഉപാസനയാകത്തില്ല. അത് കൊണ്ട് നമുക്കെന്താ സാധിക്കുന്നത്? ഇതിന്റെ സാമാന്യമായ ചില കാര്യങ്ങളെ ഗ്രഹിക്കാനേ പറ്റും. അപ്പോ നമ്മൾ കേട്ടതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഉപാസനയുടെ പോരായ്മയല്ല. കേട്ടതുപോലെ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഇതെങ്ങനെയാണോ, ഈ സാമാന്യത്തെ വിടാതെ എങ്ങനെയാണോ ഇതിനെ ചിന്തിക്കാൻ പറ്റുന്നത്, അതാണ് അവരവരുടെ ഉപാസന.
അപ്പോൾ ഉപാസന എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തിനിഷ്ഠമായി. സാമാന്യമായ, അതാണ് ശ്രുതിയും പറയുന്നത്, സാമാന്യത്തെക്കുറിച്ച് പറയുന്നു. ഇത് സാമാന്യമായ ചില കാര്യങ്ങളുണ്ട്, ഇത് ചില പൊതു തത്വങ്ങളുണ്ട്. ആ പൊതു തത്വത്തെ ശരിയായി ഗ്രഹിച്ചുകൊണ്ട് അവനവന്റെ രീതിയിൽ ചിന്തിക്കുക, അവനവന്റെ സംസ്കാരം അനുസരിച്ച് ചിന്തിക്കുക, ഭാവന ചെയ്യുക. അതാണ് ഇവിടെ നിർദ്ദേശിക്കുന്ന ഉപാസന എന്ന് പറയുന്നത്. അല്ല എല്ലാവരും ഒരേ തരത്തിൽ ചിന്തിക്കുന്നതാണ്. അതേസമയം തത്വത്തെ ഒരുപോലെ തന്നെ ഗ്രഹിക്കുന്നു. അനുഷ്ഠാന രീതിയിൽ ഓരോരുത്തർക്കും അവരവരുടേതായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും വരും. എന്തുകൊണ്ട്? ഒരുവന്റെ മനസ്സല്ല വേറൊരുവന്റെ മനസ്സ്, ഒരുവന്റെ സംസ്കാരമല്ല വേറൊരാളുടെ സംസ്കാരം. അപ്പൊ അതനുസരിച്ച് ആ അഭ്യാസ രീതിയിൽ വ്യത്യാസം വരാം. പക്ഷെ തത്വഗ്രഹണം ശരിയായിരിക്കണമെന്നുള്ള നിർബന്ധമാണ്. അതുകൊണ്ടാണ് സാമാന്യത്തെ ഇവിടെ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വിശ്വഭാവനയ്ക്ക് ശേഷം തൈജസ ഭാവന ചെയ്യുക. അതിൽ ചില സാമാന്യങ്ങളുണ്ട്. വിദ്വത് ഫലം ഉച്ചതേ. വിദ്വാൻ എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ്? ഉപാസകൻ, ഈ ഭാവന ചെയ്യുന്നവൻ, ധ്യാനിക്കുന്നവൻ. അവന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. അത് മുഖ്യമായി പറയുന്നത് അവന്റെ ആന്തരികമായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് എന്താണ്? ഉത്കർഷതിഹവൈ ജ്ഞാനസന്തതിയും. അവന്റെ ജ്ഞാനധാരയ്ക്ക് ഉത്കർഷം ഉണ്ടാകുന്നു, അവന്റെ ചിന്താധാരയ്ക്ക് ഉത്കർഷം ഉണ്ടാകുന്നു, അവന്റെ ഭാവനയുടെ ധാരയ്ക്ക് ഉത്കർഷം ഉണ്ടാകുന്നു എന്നർത്ഥം. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 7ാം മന്ത്രത്തിൽ വരെ പഠിച്ച ജ്ഞാനത്തെയല്ല ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഇത് ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനത്തിൽ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നുമില്ല. അവിടെ അഭ്യാസത്തിന്റെ ആവശ്യമില്ല. പലതവണ പറഞ്ഞു സാധനാന്തരം. ജ്ഞാനം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് നിർത്തുന്നതോ ഭാവന ചെയ്യുന്നതോ അങ്ങനെയുള്ള ഒരു അഭ്യാസങ്ങളുമല്ല. ഒരാൾ ജ്ഞാനിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജ്ഞാനത്തെ മനസ്സിൽ സദാ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഒരു വിളക്ക് കെടാതെ നമ്മൾ അതിന് മറയെല്ലാം പിടിച്ച് കാറ്റൊന്നും അടിക്കാതെ സൂക്ഷിക്കുന്നത് പോലെ ജ്ഞാനത്തെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനല്ല ജ്ഞാനി. പക്ഷെ ഉപാസകൻ അങ്ങനെയല്ല. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ആ ഉപാസനയെ കൈവിടാൻ പാടില്ല, അവന്റെ ഭാവനയെ കൈവിടാൻ പാടില്ല, അവന്റെ ധ്യാനത്തെ കൈവിടാൻ പാടില്ല. അപ്പോ ഈ ഒരു തലത്തിലേക്ക് ചിന്ത, ഭാവന എല്ലാം സംഭവിക്കുന്ന ഇവിടെ എല്ലാം ആന്തരികമായിട്ടാണ്. പറഞ്ഞല്ലോ, കേവലം ശബ്ദസ്മരണയെ ആശ്രയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മാനസിക വ്യാപാരമാണ്, ഒരു മാനസിക പ്രവർത്തനമാണ് ഉപാസന എന്ന് പറയുന്നത്. ഇതിൽ ബാഹ്യമായ യാതൊരു ആലംബനങ്ങളുമില്ല. മനസ്സിന് അതിനുള്ള ഒരു, നമ്മൾ സാധാരണ പറയുന്ന മനസാന്നിധ്യം അത് വേണം. ഞാൻ മനസാന്നിധ്യം എന്ന് പറയുന്നത് ധാരണ, ധ്യാനം തുടങ്ങിയ സാങ്കേതിക ശബ്ദങ്ങളെ ഒഴിവാക്കിയിട്ട് പറയുകയാണ്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും കയറി ഉടക്കും. പിന്നെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഒക്കത്തില്ല. കാരണം അത് പലയിടത്തും ഉടക്കിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് അത് വിട്ടിട്ട് പറയുകയാണ്. നമ്മൾ സാധാരണ പറയുന്ന മനസാന്നിധ്യം എന്ന് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ സാങ്കേതികത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. ആ മനസാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരാൾക്ക് വിശ്വനിൽ നിന്നും അവന്റെ മാനസിക ഭാവനയെ തൈജസ്സിലെത്തിക്കാം. ആയാസമുള്ള ഒരു കാര്യമല്ല. പക്ഷേ അവിടെ നിലനിർത്തുക എന്ന് പറയുന്നത് അതിന് യത്നം ആവശ്യമാണ്. ഇത് ഉപാസന എങ്ങനെയാണ് സംഭവിക്കുന്നത്? വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, അതിനപ്പുറം അമാത്രയായ തുര്യൻ. ആ തുര്യൻ താൻ തന്നെയാണ് എന്ന് ഭാവന ചെയ്യുന്നതാണ്. ഇതൊരു
ദ്രാവിഡ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഒരു വളഞ്ഞ വഴിയാണ്. നിങ്ങൾ മൂക്കിൽ നേരെ നിങ്ങളുടെ കൈകൊണ്ട് നേരെ പിടിക്കാം, അല്ലെങ്കിൽ തലയിൽ ചുറ്റിയും പിടിക്കാം. തലയിൽ ചുറ്റി പിടിക്കുകയാണ്. എന്തുകൊണ്ട്? ശ്രുതി ആദ്യം നിങ്ങളെ ബോധിപ്പിച്ചു നീ തുര്യനാണ്, ബോധിച്ചില്ല. ബോധിച്ചില്ലെങ്കിൽ പിന്നെ വളഞ്ഞു പോവുക. അതിനു വേണ്ടിയിട്ട് വീണ്ടും ആദ്യം മുതലേ തുടങ്ങുന്നു. അല്ലെങ്കിൽ തുര്യനെന്ന് ബോധിച്ചു എന്തോ തെറ്റായി ധരിച്ചു. തുര്യനെന്ന് പറയുന്നത് എന്തോ ഒരു സാധനമാണെന്ന് ധരിച്ചു. അപ്പോൾ ആ ധാരണയെ മാറ്റാൻ വേണ്ടിയിട്ട് വിശ്വ തൈജസ പ്രാജ്ഞന്മാരിലൂടെ തുര്യനിലെത്തിക്കുന്നു. തുര്യനിലെത്തിയാലും ഇവിടെ ധ്യാനം എന്ന് പറയുന്ന ആത്മനിഷ്ഠമാകണം. അതുകൊണ്ട് പറയുന്നത് നീ തന്നെയാണെന്ന് ബോധിപ്പിക്കുന്നു. മനസ്സിൽ ഇങ്ങനെ ഒരാൾ കരുതുന്നത് എന്താണ്? ആ വിശ്വനായിരിക്കുന്ന ഈ ഭാവം അത് കുറച്ചുകൂടി സൂക്ഷ്മമായ തൈജസ്സനായി, അതിനപ്പുറം പ്രാജ്ഞനായി, അതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അവിടെ ഇതെല്ലാം നിരാകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്വയം പ്രകാശ വസ്തുവാണ് തുര്യൻ എന്ന് ചിന്തിച്ച് ആ തുര്യൻ താൻ തന്നെയാണ് എന്ന് ഭാവന ചെയ്യുന്നു. പക്ഷേ വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല. അത്രയും കണ്ടവിടെ ഭാവന തീർന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. വീണ്ടും ആദ്യം പോലെ തുടങ്ങേണ്ടി വരുന്നു. വീണ്ടും വിശ്വതൈസ പ്രാജ്ഞ തുര്യനിലൂടെ തന്നിൽ വരുന്നു. ഇതിങ്ങനെ ആവർത്തിക്കുന്നു. ഇത് ആവർത്തിക്കുന്നതിനാണ് ഇവിടെ ഭാവന എന്ന് പറയുന്നത്. ഈ ആവർത്തനങ്ങളിൽ സ്ഥിരമായി ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. ഈ ആവർത്തനങ്ങളിൽ ഒരാൾ സ്ഥിരമായി നിൽക്കുന്നതിന് ഇവിടെ ജ്ഞാനസന്തതി എന്ന് പറയുന്നു. ജ്ഞാനസന്തതിയും ഉത്കർഷരിഹവൈ ജ്ഞാനസന്തതിയും എന്ന് പറയുന്നു. ഈ സ്ഥൂലത്തിൽ നമുക്ക് വിഷയത്തെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ ഒക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? സ്ഥൂല വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറിപ്പോകുന്നു. മനസ്സും അതിന്റെ പിറകിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സൂക്ഷ്മത്തിൽ അങ്ങനെയല്ല. മനസ്സിനെ കുറച്ചുകൂടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അവിടെ പ്രകടമായ ബാഹ്യമായ സ്ഥൂലമായ ഭാവങ്ങളിലല്ല മനസ്സുറപ്പിക്കുന്നത്. അവിടെ സൂക്ഷ്മമായ അവ്യക്തമായ അപ്രകടമായ തലത്തിലാണ് മനസ്സുറയ്ക്കുന്നത്. അതുകൊണ്ട് മനസ്സിന് പോകാൻ അധികം വിഷയങ്ങളില്ല. ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അവിടുത്തെ വിഷയങ്ങളെല്ലാം അവ്യക്തമായിരിക്കും. അതുകൊണ്ട് പറയുന്നു സ്ഥൂലത്തിൽ നിന്നും, അതായത് ഈ വിശ്വനിൽ നിന്നും മനസ്സിനെ തൈജസ്സിലേക്ക് മാറ്റിയ, മനസ്സിൽ തൈജസ്സിനെ കുറിച്ച് ഭാവന ചെയ്തു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനസന്തതി ഉത്കർഷം വരുന്നു. ആ ജ്ഞാനധാര നമ്മുടെ ഉപാസനയ്ക്ക് ദൈർഘ്യം വരുന്നു. ഉപാസനയിൽ ഒരാൾ കൂടുതൽ സമയം ഇരിക്കാൻ കഴിയുന്നു. അതാണ് പറയുന്നത്. എന്താണ്? ഉത്കർഷരിഹവൈ ജ്ഞാനസന്തതിയും വിജ്ഞാനസന്തതിയും വർദ്ധയതി. വിജ്ഞാനസന്തതി, ഉപാസന സന്തതി, ധ്യാനസന്തതി. സന്തതി എന്ന് വെച്ചാൽ ധാര, പ്രവാഹം എന്നർത്ഥം. അത് വർദ്ധിക്കുന്നു. എന്നുവെച്ചാൽ കൂടുതൽ സമയം നമുക്ക് ഉപാസനയിൽ ഇരിക്കാൻ കഴിയുന്നു. നമ്മൾ എന്താണോ ഭാവന ചെയ്യുന്നത് ആ ഭാവനയിൽ നമുക്ക് കൂടുതൽ സമയം ഉറച്ചിരിക്കാൻ കഴിയുന്നു. ഇതാണ് ഇതിന്റെ ആന്തരികമായി നമുക്ക് അനുഭവപ്പെടുന്ന ഫലം ഈ ഉപാസനാ രീതിയിൽ. ബാഹ്യമായി വരുന്ന ഫലങ്ങളോ നേരത്തെ പറഞ്ഞു, ബാഹ്യമായി വരുന്ന ഈ ഫലങ്ങളെല്ലാം ഗൗണമാണ്, ഇത് മുഖ്യമല്ല. അർത്ഥവാദമാണ്, സ്തുതിപരമായി പറയുന്നതാണ്. എന്താണ്? സമാന തുല്യശ്ച. ശ്രുതി പറഞ്ഞു എന്താണ്? ജ്ഞാനസന്ധി സമാനശ്ച ഭവതി. സമാന തുല്യശ്ച മിത്രപക്ഷസൈവ ശത്രുപക്ഷാണാമപി അപ്രദ്യേഷോ ഭവതി. ഇപ്പൊ ഈ ലോകത്തിൽ നമുക്ക് മിത്രങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും നമുക്ക് മിത്രമാകുന്നതിന് ഒരു പങ്ക് നമ്മുടെ പക്ഷത്തുമുണ്ട്. എല്ലാവരും മിത്രമാകത്തില്ല. അവൻ മിത്രമാകുന്നതിന് വേണ്ടി എന്തൊക്കെയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആരും ലോകത്ത് നമുക്ക് മിത്രമാകത്തില്ല. ഇതൊരു നിയമമാണ്.
അകാരണമായി മിത്രത്വം സംഭവിക്കത്തില്ലെങ്കിൽ ശത്രുത്വം അതുപോലെ തന്നെ. നമ്മൾ ആരെങ്കിലും നമുക്ക് ശത്രു ആകുന്നുണ്ടെങ്കിൽ ഞാൻ നിരപരാധിയാണ് എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ ശത്രുവാകുന്നതിന് വേണ്ടി നമ്മുടെ പക്ഷത്ത് എന്തെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, ആ ശത്രുവാകത്തില്ല. പ്രപഞ്ചത്തിന്റെ നിയമം അതാണ്. അകാരണമായി ഒന്നും സംഭവിക്കത്തില്ല. മിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയും എന്താണ്, നമ്മൾ പറയും ഞാൻ അവനെ സ്നേഹിച്ചു, അതുകൊണ്ട് അവൻ എന്നെയും സ്നേഹിക്കുന്നു. അവിടെ നമ്മുടെ പങ്കിനെ നമ്മൾ ആദ്യം എടുത്തു കാണിക്കും. എന്നുവെച്ചാൽ നമ്മുടെ പങ്കിനെ നമ്മളിവിടെ അംഗീകരിക്കും. പക്ഷെ ശത്രുപക്ഷത്ത് വരുമ്പോൾ അങ്ങനെയല്ല. ഞാൻ നിരപരാധിയാണ്, അവൻ എന്നെ ഉപദ്രവിച്ചു എന്നേ പറയത്തുള്ളൂ. പരമാർത്ഥത്തിൽ ഇതല്ല, ഞാൻ അവനെ ഉപദ്രവിച്ചു, അതുകൊണ്ടാണ് അവൻ തിരിച്ചു ഉപദ്രവിക്കുന്നത്. തന്റെ പാർട്ട് അവിടെ ആരും അംഗീകരിക്കത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പ്രദ്ദേശ്യം എന്നുവെച്ചാൽ ദേഷ്യത്തിന് വിഷയമാകുക എന്ന് പറയുന്നത് നിരപരാധിയെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നേയില്ല. അപരാധമുള്ളതുകൊണ്ടാണ് ആൾക്കാർ അപവാദം പറയുന്നത്. ഇവരെ ഞാൻ മനസ്സാ വാച കർമ്മണ ഒരു അപരാധവും ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ കിടപ്പുണ്ട്. എവിടെ കിടപ്പുണ്ടത്? അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇവിടെ പറയുന്നത് ഉപാസകനെ കുറിച്ചാണ്. ഉപാസകനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാനീ പറഞ്ഞ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണ്. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം പ്രദ്ദേശ്യമായിട്ടൊന്നും അവനില്ല. പറഞ്ഞല്ലോ, സാധാരണ ഒരുവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്മയുടെയും തിന്മയുടെയും ലോകത്താണ്. ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ലോകത്തെ നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെയെല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സമൂഹത്തിന് അനുകൂലവും പ്രതികൂലവും എല്ലാം ഉണ്ടാവും, ശത്രുവും മിത്രവും എല്ലാം ഉണ്ടാവും. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവൻ പ്രദ്ദേശ്യം, ദേഷ്യത്തിന് വിഷയമാകാൻ അവനില്ല ഒന്നും. എന്നാലും അവന് ശത്രുവും മിത്രവും കാണും. ആണ് സാധാരണക്കാരിൽ നിന്നും ഉപാസകനുള്ള വ്യത്യാസം. എന്തുകൊണ്ടാണ് ദേഷ്യത്തിന് വിഷയമാകാൻ ഒന്നുമില്ലാത്തത്? കാരണം അജ്ഞനായ ഒരുവൻ ലോകത്തോട് പ്രതികരിക്കുന്നത് പോലെ അവൻ ഈ ലോകത്തോട് പ്രതികരിക്കുന്നില്ല. അവന്റെ ശ്രദ്ധ എവിടെയാണ്? അവന്റെ ഉപാസനയിലാണ്. തന്റെ ഉപാസനയിൽ ശ്രദ്ധിച്ചിരിക്കുന്നവന് ഈ ലോകത്തെ ശ്രദ്ധിക്കാൻ ഉള്ള സമയവും സൗകര്യവും ഒക്കെ കുറവാണ്. ഇപ്പൊ ലോകത്തിന്റെ അനുകൂല പ്രതികൂലതകൾക്കനുസരിച്ച് അവനിൽ അനുകൂല പ്രതികൂല ഭാവങ്ങൾ ഉണ്ടാകുന്നില്ല. അവന്റെ മനസ്സവിടെയല്ല. ലോകം അത് അറിയാത്തതുകൊണ്ട് അവന്റെ ചുറ്റും ഒരു മിത്രനിരയും ഒരു ശത്രു നിരയും നിൽക്കാം. അതെങ്ങനെ വരും? ശത്രു എങ്ങനെ വരും? വരുന്നതിനുള്ള എന്താ ചാൻസ്? അത് ലോകത്തിന്റെ മനസ്സിൽ എന്താണ്? എപ്പോഴും ശത്രുവും മിത്രവും ഉണ്ട്. ജീവന്റെ മനസ്സിൽ, സാധാരണ ജീവന്മാരുടെ മനസ്സിൽ എപ്പോഴും ശത്രുവും മിത്രവും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും കുറച്ച് ശത്രുക്കളും മിത്രങ്ങളും വേണം. അതവരുടെ സംസ്കാരം അനുസരിച്ച്. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവൻ ഈ ലോകത്തെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവന് ഒറ്റയാനാണ്. അവൻ അവന്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ അന്തരാത്മാവാണ്. അപ്പൊ ലോകത്തോട് അവൻ പ്രതികരിക്കാത്തതുകൊണ്ട് തന്നെ ലോകത്തിന് ദ്വേഷിക്കത്തക്കതായി അവനിലൊന്നുമില്ല. എന്നാലും ശത്രുക്കൾ നിൽക്കുന്നു. അപ്പൊ ശത്രുക്കൾക്ക് ദ്വേഷിക്കത്തക്കതായി ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അതാണ് ഉപാസകന്റെ അവസ്ഥ എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാലും പിന്നെ അവിടെ ശത്രുക്കൾ എങ്ങനെ നിൽക്കുന്നു? അത് പറഞ്ഞല്ലോ, അത് ലോകത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഒന്ന് കാണും. ഇപ്പൊ നമ്മൾ ജീവന്മാരുടെ വികാരങ്ങളനുസരിച്ച് അവരുടെ മനസ്സിലെന്തുണ്ട്? രാഗദ്വേഷാദി വികാരങ്ങളെല്ലാം ഉണ്ട്. അത് പ്രകടമായിക്കൊണ്ടിരിക്കണം, എവിടെയെങ്കിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് അവനെ സംബന്ധിച്ചിടത്തോളം ദുർജനങ്ങളെന്നോ സജ്ജനങ്ങളെന്നോ ഇല്ല. അവിടെയെല്ലാം അത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോ ഒരാൾ
ഗുഹയ്ക്കകത്തിരുന്ന് ധ്യാനിക്കുന്നു എന്നിരിക്കട്ടെ, അവന്റെ അന്തരാത്മാവിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാണുന്നവന് പറയാം അവനൊരു കള്ളനാണ് എന്ന് പറയുന്നത് അത് കാണുന്നവന്റെ സംസ്കാരമാണ്. അവനിൽ പ്രദ്ദേശ്യമായിട്ടൊന്നുമില്ല, ദേഷിക്കത്തക്കതായ വാസ്തവത്തിൽ അവനൊന്നുമില്ല. കാരണം പറയുന്നവൻ അവൻ ശ്രദ്ധിക്കുന്നില്ല. അവന്റെ അന്തരാത്മാവിനെയാണ് ശ്രദ്ധിക്കുന്നത്, മറ്റുള്ളവനെ അല്ല ശ്രദ്ധിക്കുന്നത്. പക്ഷെ അവനത് പറയാം. കാണുന്ന സ്വാമിയും പറയും, കാരണം സ്വാമിക്ക് ഗുഹയ്ക്കകത്തിരിക്കാൻ പറ്റുന്നില്ല. സ്വാമിക്ക് എപ്പോഴും പ്രഭാഷണം നടത്തണം, ഗുഹയ്ക്കകത്തിരുന്നാൽ അത് പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് സ്വാമി പറയും, ഈ ഗുഹയ്ക്കകത്തിരിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല, വെറുതെ ആൾക്കാരെ പറ്റിക്കാതിരിക്കണം. അവനെ അധിക്ഷേപിക്കും. എന്തുകൊണ്ട്? അസൂയുണ്ട്. അപ്പോ എന്തുവരുന്നു? അവിടെ ഒന്നുമില്ലെങ്കിൽ അസൂയ ഉണ്ടെങ്കിലും അവന്റെ ശത്രുപക്ഷത്തിൽ നിന്ന് നിൽക്കും. അതാണ്. മറ്റൊന്നുമില്ലെങ്കിലും രാഗദ്വേഷങ്ങൾ അവനിൽ നിന്നൊന്നും എടുക്കാനോ കൊടുക്കാനോ ഒന്നുമില്ല. അങ്ങനെയുള്ള രാഗദ്വേഷങ്ങൾക്കൊന്നുമുള്ള ഒരു അവസരമില്ല, കാരണം അവന് വ്യവഹാരങ്ങളൊന്നുമില്ല. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ മനസ്സിൽ അസൂയ ഉണ്ടാകും. അസൂയ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? അവനെ പ്രതിപക്ഷത്ത് നിർത്തും. അപ്പൊ അവന്റെ ശത്രുവായി നിൽക്കും. അസൂയ കൊണ്ട് ശത്രുവായി നിൽക്കും. പക്ഷെ അവനിലെന്താണ്? പ്രദ്വേഷ്യം, ദേഷിക്കത്തക്കതായി ഒന്നും വാസ്തവത്തിൽ അവനില്ല. അതാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ അങ്ങനെ ഉപാസകന് ബാഹ്യമായി ശത്രുമിത്രങ്ങളില്ലെന്നുള്ളതല്ല. ശത്രുമിത്രങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടാകും. പക്ഷെ ഉണ്ടായാലും ശത്രുവിന് ശത്രുതയുള്ളതായ ഒന്നും അവനിലില്ല. എന്നാലും ശത്രു പുറമേ നിൽക്കുന്നു. അതാണ് മഹാത്മാക്കളെല്ലാം ആൾക്കാർ നിന്ദിക്കുന്നത്. ഒരാൾ സ്തുതിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോൾ 100 പേര് നിന്ദിക്കും. എപ്പോഴും നിന്ദിക്കുന്നവരായിരിക്കും സമൂഹത്തിൽ കൂടുതൽ. സജ്ജനങ്ങൾ കുറവും ദുർജനങ്ങൾ കൂടുതലുമാണ്. ഒരു കണക്കിന് അത് നല്ലതുമാണ്. കാരണം എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ സ്തുതിക്കുകയോ ആരാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വയം മറന്നുപോകും. സ്വയം മറന്നിട്ട് അതിലഭിമാനിക്കുക, സന്തോഷിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ നിന്ദിക്കുന്നവനും കൂടെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കും. എന്താണ്? ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ഒരുത്തൻ സ്തുതിക്കുന്നുണ്ടെങ്കിൽ 100 പേര് ചീത്ത വിളിക്കുന്നുണ്ട്. പിന്നെ ഇതിലെന്താ കാര്യം? അപ്പോ സ്തുതിയോട് ആദരവ് തോന്നത്തില്ല, പൂജയോട് ആദരവ് തോന്നത്തില്ല. അതുകൊണ്ടത് ഈശ്വരന്റെ സൃഷ്ടിയിൽ തന്നെ ഇതിങ്ങനെ വച്ചിരിക്കുന്നതാണ്. കുറെ പേരെ ആരാധിക്കാനും കുറെ പേര് ചീത്ത വിളിക്കാനും. അതൊരു പക്ഷേ മഹാത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നെ ചെയ്തിരിക്കുന്ന ഒരു പണിയാണ്. ഇവനിതിൽ അഭിമാനിക്കാതിരിക്കാനും ഇതിൽ സ്വയം മറന്നു പോകാതിരിക്കാനും. അതുകൊണ്ട് നിന്ദിക്കുന്നവരെ പിന്നെ നമ്മൾ നിന്ദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. എന്താണ്? സമാനസ്ഥ ഭവതി. അതിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്, ശത്രുക്കൾക്ക് അവനിൽ ദേഷിക്കത്തക്കതായി ഇല്ല. ഒന്നുകൂടെ പറയുന്നു, എങ്ങനെ? മിത്രപക്ഷസീവ. മിത്രങ്ങൾക്ക് അവനെ സ്നേഹിക്കത്തക്കതായിട്ടും പ്രത്യേകിച്ചൊന്നും അവനില്ല. മിത്രങ്ങളെന്ത് വിചാരിക്കുന്നു? തങ്ങൾക്ക് സ്നേഹിക്കത്തക്കതായി എന്തോ അവനിലുണ്ടെന്ന് അവർ കരുതുന്നു. അത് അബദ്ധമാണ്. തങ്ങൾക്ക് സ്നേഹിക്കത്തക്കതായി അവിടെയൊന്നുമില്ല. എന്തുകൊണ്ട്? അവനിതിൽ ശ്രദ്ധിക്കുന്നില്ല. അവന്റെ ശ്രദ്ധ എവിടെയാണ്? സ്വന്തം അന്തരാത്മാവിന് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇത് ഉപാസകനെ കുറിച്ച് പറയുകയാണ്. മറ്റൊന്ന് ശ്രദ്ധിക്കാൻ അവന് സമയമില്ല. അപ്പൊ പിന്നെ അവന്റെ മുമ്പിൽ മിത്രവുമില്ല ശത്രുവുമില്ല. എങ്കിൽ മിത്രത്തിന് സ്നേഹിക്കാനും തന്നിലൊന്നുമില്ല, ശത്രുവിന് ദേഷിക്കാനും തന്നിലൊന്നുമില്ല. സ്നേഹിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേഷിക്കാനും അവിടെ കാണുമെന്തെങ്കിലും. അവനിത് അതീതനായിരിക്കുന്നത് അവന്റെ ആന്തരികമായ അവസ്ഥ. ഇങ്ങനെ ഒരു ആന്തരികമായ അവസ്ഥയിൽ ഉപാസകൻ നിന്നു കഴിഞ്ഞാൽ മാത്രമേ അവന് ചിത്തവിക്ഷേപം ഉണ്ടാകാതിരിക്കൂ. ഉപാസകന് തന്നെ ചിത്തവിക്ഷേപം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുടെ സ്നേഹം കൊണ്ടും മറ്റുള്ളവരുടെ ദേഷ്യം കൊണ്ടുമാണ്. സ്നേഹം കൊണ്ട് ചുറ്റുപാടുകളോട് മമതയുണ്ടാകുന്നു, കൂടെ കഴിയുന്നവരടുത്ത് മമതയുണ്ടാകുന്നു, ആശ്രമത്തോട് മമതയുണ്ടാകുന്നു, ഭക്തന്മാരടുത്ത് മമതയുണ്ടാകുന്നു. ആ വഴിക്ക് പോകുന്നു മനസ്സ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറെ പേര് ഉപദ്രവിക്കാൻ വരുന്നു, അവരോട് ദേഷ്യം വരുന്നു, അപ്പോൾ പരാതികൾ വരുന്നു, മനസ്സ് അസ്വസ്ഥമാകുന്നു. ഉപാസകൻ ഇതൊന്നും പറഞ്ഞിട്ട്, ഉപാസകൻ
ഈ ലോകത്ത് വ്യവഹാര മധ്യത്തിൽ ജീവിച്ചാലും ശരി, അവന്റെ ഏകാന്തമായ ശ്രദ്ധ അവന്റെ അന്തരാത്മാവിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അവൻ തന്റെ അന്തരാത്മാവിനെ ഈ ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. എങ്ങനെ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ജ്ഞാനത്തെ അവൻ സൂക്ഷിക്കുന്നു. ജ്ഞാനിക്ക് അതിന്റെ ആവശ്യമില്ല. ദൈവം കാറ്റടിച്ച് കെട്ടുപോകാതെ സൂക്ഷിക്കുന്നത് പോലെ അവന് തന്റെ അന്തരാത്മാവിനെ അവന് സൂക്ഷിക്കേണ്ടി വരും. രണ്ടുപേരിൽ നിന്നും, മിത്രങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും. അതാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞ മിത്രപക്ഷസ്യ ഇവ. അതുകൊണ്ട് മിത്രങ്ങൾ നല്ലവരാണ്, അവർ നമുക്ക് ഗുണം ചെയ്യുന്നവരാണ്. ശത്രുവിനെ തകർക്കണം, അവനെ ആശ്രമത്തിൽ നിന്ന് ചാടിക്കണം, എന്നാലേ എനിക്ക് സമാധാനം വരത്തുള്ളൂ എന്നൊന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. മിത്രത്തെ ശത്രുവിനേക്കാൾ അപകടമാണ് മിത്രം. അവൻ നശിപ്പിക്കുന്നത് നമ്മൾ അറിയത്തില്ല, ശത്രു നശിപ്പിച്ചാൽ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ രണ്ടിനും ഒരേ സ്ഥാനമാണ് ഭഗവാൻ ഭാഷ്യകാരൻ കൊടുത്തിരിക്കുന്നത്. മിത്രപക്ഷസ്യ ഇവ ശത്രുപക്ഷാണാം അപി. നമ്മളിവരൊക്കെ പറയുന്ന സമദൂര സിദ്ധാന്തം ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അവൻ സമദൂരത്തിൽ നിൽക്കുന്നു, മിത്രത്തിൽ നിന്ന് നിൽക്കുന്നു, ശത്രുക്കളിൽ നിന്ന് നിൽക്കുന്നു. അപ്രദ്വേഷ്യോ ഭവതി, ദേഷ്യമില്ലാതിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും ഉപാസകന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ ഒരാശയത്തെയാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി പറയുന്നു, എന്താണ്? അബ്രഹ്മവിദ് അസ്യ കുലേന ഭവതി ഏവം വേദ. വേദശബ്ദത്തിന് അറിയുക എന്നാണ്, പക്ഷെ ഇവിടെ അർത്ഥം എന്താണ്? ഉപാസിക്കുക എന്നാണ്. ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത്, അതിന്റെ ഓരോ ഘട്ടത്തിലും പറയുകയാണ്. അവന്റെ കുലത്തിൽ, കുലം എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാണ്. പഴയകാലത്ത് കുലം, പ്രത്യേകിച്ചും ആധ്യാത്മിക സന്ദർഭങ്ങളിൽ കുലം എന്ന് പറയുന്നത് ഗുരുകുലങ്ങളെയാണ്. കുലത്തിന് മറ്റൊരർത്ഥമുണ്ട്, ആ അർത്ഥം കൂടെ എടുക്കാം. പക്ഷേ വിദ്യയെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യയുടെ കുലം എന്ന് പറയുന്നത് എന്താണ്? ഗുരുകുലം, അവന്റെ സമ്പ്രദായം, വിദ്യാപരമ്പര. അവിടെ അബ്രഹ്മവിത്ത് സംഭവിക്കത്തില്ല. അത് സംഭവിക്കാത്തതുകൊണ്ടാണ് ഈ വിദ്യാപരമ്പര ഇന്നും തുടർന്ന് ഇങ്ങനെ പോകുന്നത്. ഇന്നും നമുക്ക് ഈ വിദ്യ ഗ്രഹിക്കാൻ കഴിയുന്ന എന്തുകൊണ്ട്? ആ കുലത്തിൽ എന്നും ബ്രഹ്മവിത്തുക്കൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്മബോധമുള്ളവർ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും അതിന് നാശം വരത്തില്ല. ഒരുവൻ ഈ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ വിദ്യാപരമ്പരയ്ക്ക് നാശം വരുന്നില്ല. അതേസമയം അച്ഛൻ ജ്ഞാനിയായതുകൊണ്ട് മകൻ ജ്ഞാനിയായിരിക്കണമെന്നൊന്നുമില്ല. ജന്മം കൊണ്ടുള്ള കുലത്തിൽ ഇത് സംഭവിക്കണമെന്നില്ല, അവിടെ മറിച്ചൊക്കെ സംഭവിക്കാം. പക്ഷേ വിദ്യാകുലത്തിൽ അങ്ങനെ, ഗുരുകുലത്തിൽ അങ്ങനെ. എന്തുകൊണ്ട്? അവിടെ ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഈ വിദ്യ എന്നും നിലനിൽക്കും. അതുകൊണ്ട് പറയുന്നു അസ്യ കുലേ, അവന്റെ കുലത്തിൽ, ആ ഉപാസകന്റെ കുലത്തിൽ അബ്രഹ്മവിത്ത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഏവം വേദ, ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത്, ആർക്കാണോ ഈ ജ്ഞാനസന്തതി പ്രാപ്തമായിരിക്കുന്നത്, ഈ ചിത്തസ്ഥൈര്യം, പ്രജ്ഞാസ്ഥൈര്യം അതാർക്കാണോ പ്രാപ്തമാകുന്നത്, അവന്റെ യത്നത്തിലൂടെ അവന് സ്വയം ഒരിക്കലും ഇത് നഷ്ടപ്പെടുന്നില്ല, അവന്റെ പരമ്പരയിലും ഇത് നഷ്ടപ്പെടുന്നില്ല, ഇത് പ്രചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് ആ ഉപാസനയുടെ മഹത്വത്തെ സ്തുതിച്ചിവിടെ പറയുകയാണ്. അതിന്റെ അക്ഷരാർത്ഥത്തെ എടുക്കരുത് എന്നാണ് പറയുന്നത്. അത് മുമ്പും അതതുപോലെ തന്നെ പറഞ്ഞു. സ്വപ്നസ്ഥാന തൈജസ ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദ് ഉഭയത്വാദ്വാ ഉത്കർഷതി ഹവൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിത് കുലേ ഭവതി ഏവം വേദ. Thank you.